അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കായി വർക്ക് വിത്ത് വിസി കമ്മ്യൂണിറ്റി നടത്തുന്ന ഓഡോണേറ്റ ചലഞ്ചിന്റെ മൂന്നാമത്തെ ടെക്നിക്കൽ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ സുജിത് വി ഗോപാലൻ സാറാണ്. സാറിനും അതുപോലെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം. സുജിത് സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നന്ദനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് തുമ്പികളെ പറ്റിയുള്ള ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുള്ള ഡോക്ടർ സുജിത് വി ഗോപാലാണ്. അദ്ദേഹം തുമ്പികളെ കുറിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തുമ്പികൾ മാത്രമല്ല, അത് സസ്തനികളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, പൂമ്പാറ്റകളായിക്കോട്ടെ, തവളകളായിക്കോട്ടെ, ഇതിനെല്ലാം പറ്റി വളരെ എന്താ പറയുക വൈദഗ്ധ്യം നിറഞ്ഞ രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പഠനം നടത്തി ഗവേഷണം നടത്തി വരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സുജിത് വി ഗോപാലൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 26ഓളം വരുന്ന ശാസ്ത്ര ലേഖനങ്ങൾ, ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യക്തി കൂടിയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 6ഓളം വരുന്ന ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗവുമായിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് എന്താ പറയുക സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹരിത കേരള മിഷൻ, UNDP, അതുപോലെ തന്നെ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ സൊസൈറ്റി ഫോർ ഓർഡിനേറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന SOS എന്ന തുമ്പികളെ കുറിച്ച് പഠനം നടത്തുന്ന, ഗവേഷണം നടത്തുന്ന, തുമ്പികളെ കുറിച്ചുള്ള അറിവുകൾ ഒരുപാട് പേർക്ക് പകർന്നു കൊടുക്കുന്ന ആ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് വർക്ക് വിത്ത് വിസി കുടുംബത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എങ്ങനെ ഞാൻ പ്രൊസീഡ് ചെയ്യാനാണോ? തീർച്ചയായും സാർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പം കുറച്ച് കാലമായിട്ട് നമ്മുടെ വർക്ക് വിത്ത് വിസി പ്രോഗ്രാമുകൾ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓർഡിനേറ്റ്സിന്റെ ഒരു ചാലഞ്ച് ആയിട്ട് ഓർഡിനേറ്റ്സിനെ പഠിക്കാനും ഇതിനകത്തൊരു കണ്ടെത്തിയത് വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലൊരു കൺസർവേഷൻ സിനാരിയോ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മളെ കടുവാ സങ്കേതങ്ങളായാലും ഇതൊക്കെ ആയാലും നമ്മൾ ലാർജർ മാമൽസിനെ, വലിയ സസ്തനികളെ അല്ലെങ്കിൽ പക്ഷികളെ, കുറച്ചുകൂടി ഇറങ്ങി വന്ന പക്ഷികളെ കേന്ദ്രീകരിച്ചുള്ള കൺസർവേഷൻ എഫേർട്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു മേഖലയിലോട്ടുള്ള ആൾക്കാരുടെ ഒരു കടന്നുകയറ്റം കൂടുതലുള്ളത് കാരണം തന്നെ ചെറിയ ജീവികൾ, നമ്മുടെ തുമ്പികളോ പൂമ്പാറ്റകള്, ഇങ്ങനത്തെ ജീവികളെ പറ്റി ധാരാളം പഠനങ്ങൾ നടത്താറില്ല. ശ്രദ്ധ അതിൻ്റെ അകത്തേക്ക് കേന്ദ്രീകരിക്കുന്നത് കുറവാണ്. അത് കാരണം തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ഇത്തരം ജീവികളെ പറ്റിയിട്ട് വലിയൊരു ധാരണ നമുക്കായിട്ടില്ല. അപ്പൊ കഴിഞ്ഞ കുറച്ചൊരു 5-6 വർഷമായിട്ടേ ഉള്ളൂ തുമ്പികളെ പറ്റി ഒരുപാട് സംഘടനകൾ പഠിച്ചു തുടങ്ങിയത്. ഇപ്പം മുമ്പേ നമ്മൾ തുടങ്ങുമ്പോൾ കേരളത്തിലെ തുമ്പികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി കിരണും ഡേവിഡും ചേർന്നൊരു പുസ്തകം ഇറക്കിയതായിരുന്നു. അതിന് മുമ്പേ കുറച്ച് ആൾക്കാർ പഠിക്കുന്നുണ്ടായിരുന്നു തുമ്പികളെ. പക്ഷെ വ്യാപകമായിട്ട് പഠിച്ചു തുടങ്ങിയത് അതിൻ്റെയൊക്കെ ശേഷമാണ്. ഒരു 10 വർഷമായിട്ടുള്ളതിന് വ്യാപകമായിട്ട് ആൾക്കാർ പഠിച്ചു തുടങ്ങിയത്. അതിന്റെ ഒരു മാറ്റം നമുക്ക് കാണാം. ഒരുപാട് ഇപ്പൊ നിങ്ങൾ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, ഒരുപാട് പുതിയ തുമ്പികളെ അടുത്ത കാലത്ത് കണ്ടെത്താൻ കാരണം ഇവര് അവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മളാരും ഇവരെ നോക്കി പോയിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം. അപ്പൊ ആൾക്കാർ ഇതിനെ കൂടുതലായി നോക്കുമ്പോൾ പുതിയ തുമ്പികൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നു, പുതിയ തുമ്പികൾ അതിന്റെ സ്വഭാവ സവിശേഷതകളെ പറ്റി പഠിക്കുന്നു, അതിന്റെ എന്തൊക്കെ സ്ഥാനത്താണ് അത് നിൽക്കുന്നത് എന്നൊക്കെ പറ്റി പഠിക്കുന്നു. അപ്പൊ അതിനോട്ടുള്ള വലിയൊരു ചുവടുവെപ്പാണ് വർക്ക് വിത്ത് വിസി എന്നുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ എൻകറേജിങ് ആയിട്ടുള്ള എഫേർട്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പം SOS ഞാൻ പറഞ്ഞ ഈ നേരത്തെ നന്ദൻ പറഞ്ഞ കാര്യം, ഞാനൊരു SOS എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഭാഗമാണ്, സൊസൈറ്റി ഫോർ ഓർഡിനേറ്റ് സ്റ്റഡീസ്. അപ്പൊ ഈ സംഘടനയുടെ ഫോർമേഷൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഈ ഡ്രാഗൺ ഫ്ലൈ അല്ല എൻ്റെ പ്രൈമറി ഗവേഷണം ചെയ്യുന്നത്. കൂടുതലായിട്ട് തവളകളും പാമ്പുകളിലുമാണ് ഗവേഷണം ചെയ്യുന്നത്. കുറച്ച് പക്ഷികളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലോട്ട് വരാൻ കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആണെന്നും ഇതിനെ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവുമെന്നും ഒക്കെ ഉള്ള തിരിച്ചറിവാണ് ഇങ്ങനെ സംഘടന രൂപീകരിക്കാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുണ്ട് തുടങ്ങിയത്. നമുക്ക് ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന തുമ്പികളെ പറ്റി നിങ്ങൾ 2 സെഷൻ ഓൾറെഡി കഴിഞ്ഞു. പക്ഷെ എന്തൊക്കെ ഭാഗങ്ങളാണ് അതിൽ പഠിച്ചതെന്നുള്ള വിശദമായിട്ട് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഓവർലാപ്പിംഗ് ആയിട്ട് വരും. അത് നിങ്ങൾ ക്ഷമിച്ചേക്ക്, ഒന്നുകൂടി കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുമെന്ന് വിചാരിക്കുന്നു.
അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുമ്പികളെ കൂടുതലായി നമ്മൾ കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ട് തുമ്പികളെ പഠിക്കണം, എവിടേക്ക് നോക്കിയാൽ തുമ്പികളെ കാണാം, എങ്ങനെയാണ് അതിനെ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് ഞാൻ പ്രത്യേകം ഒരു സ്ലൈഡായിട്ട് തന്നെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞു പോകാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവാം. യു ആർ ഓപ്പൺ ടു റേസ് ക്വസ്റ്റ്യൻസ്, എപ്പോൾ വേണം ചോദിക്കാൻ, സംശയങ്ങൾ വ്യക്തമായിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് തുടങ്ങാം. ഇതെനിക്ക് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള സ്ലൈഡ് ഇട്ടിട്ടുള്ളൂ. അതിന്റെ ഒരു നമുക്ക് എപ്പോഴും ശാസ്ത്രീയമായ രീതിയിൽ വേണം എല്ലാ പഠനങ്ങളും നടത്താൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അല്ലാതെ കൗതുകത്തോടെ പോയി നോക്കാം, ഫോട്ടോ കൊടുക്കാറില്ല ചെയ്യാം, പക്ഷെ അതിനൊരു ശാസ്ത്രീയ അടിത്തറ എപ്പോഴും നല്ലതാണ്. അതിന്റെ ഒരു ടാക്സോണമി പറയുകയാണെങ്കിൽ ഈ നമുക്കറിയാം എല്ലാ മൃഗങ്ങളും ഒക്കെ വരുന്നത് എല്ലാം അനിമേലിയ കിങ്ഡമിലാണ്. ക്ലാസ് ഇൻസെക്റ്റ് ആണ്. ഇൻസെക്ട്സ് ആയത് കാരണം ഇൻസെക്റ്റീഡാണ് വരുന്നത്. ഓർഡർ ഓഡോനേറ്റ എന്നുള്ളത്. ഈ ഓഡോനേറ്റ എന്നുള്ള ഓർഡറിലാണ് നമ്മളെ തുമ്പികൾ വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്കറിയാം നമുക്ക് 3 തരം തുമ്പികൾ, ലാർജർലി 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് തുമ്പികൾ. നമ്മൾക്ക് ഇവിടെ സാധാരണയായി പറയുന്ന നമുക്ക് എന്താ പറയുക സൈഗോപ്റ്റിറ ഉണ്ട്. സൈഗോപ്റ്റിറ എന്ന് പറഞ്ഞാൽ സൂചിത്തുമ്പികൾ എന്ന് പറഞ്ഞാൽ വാലിങ്ങനെ സൂചിവാരത്തുള്ള തുമ്പികളുണ്ട്. അതുമാതിരി തന്നെ അനിസോപ്റ്റിറ എന്ന് പറഞ്ഞൊരു വിഭാഗം തുമ്പികളുണ്ട്. അത് കല്ലൻ തുമ്പികൾ, വലിയ തുമ്പികളായിട്ട് അനിസോപ്റ്റിറ, ഡ്രാഗൺ ഫ്ലൈസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന തുമ്പികൾ. ഇതിന് രണ്ടിന്റെയും എന്താ പറയാ ഒരു മോർഫോളജി കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് അനിസോ സൈഗോപ്റ്റിറ എന്നാണ് തുമ്പികൾ. പക്ഷെ അത് നമുക്ക് കേരളത്തിലില്ല. ഹിമാലയത്തിൽ 1 or 2 സ്പീഷീസ് വെച്ചിട്ടാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തത്. പക്ഷെ നമ്മൾ കേരളത്തിലും ലോകത്തെ മറ്റു മിക്ക ഭാഗങ്ങളിലെല്ലാം കാണുന്നത് ഈ ഡാംസൽ ഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ ആണ്. സൈഗോപ്റ്ററ, അനിസോപ്റ്ററ, കല്ലത്തുമ്പി, സൂചിത്തുമ്പി എന്ന് പറയുന്ന ഭാഗങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇവരുടെ ഒരു രസകരമായ കാര്യം, ഇവരുടെ ഓർഡർ ഓഡോനേറ്റ എന്ന് പറയുമ്പോൾ ഈ ഓഡോനേറ്റ എന്ന് പറയാനുള്ളൊരു രസകരമായ കാര്യമുണ്ട്. കാരണം എനിക്ക് നല്ല ശക്തിയായ പല്ലുകളുള്ളവ എന്നുള്ളതാണ്. സ്ട്രോങ് ടീത്ത്സ് അല്ലെങ്കിൽ മാൻഡിബിൾസ് ഉള്ളത് കൊണ്ടാണ് ഇവരെ ഓഡോനേറ്റ എന്ന് പറയുന്നത്. ഓഡോണ്ടോൺ എന്ന് പറഞ്ഞൊരു ടൂത്താണ്. ടൂത്തിനാണ് ഓഡോണ്ടോൺ എന്ന് പറയുന്നത്. അപ്പം നല്ല ശക്തമായ പല്ലുകളുള്ളവ എന്നുള്ള അർത്ഥത്തിലാണ് ഓഡോനേറ്റ എന്നുള്ള പേര് ഇവർക്ക് ഇട്ടിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു ബ്രഷപ്പ് ആണ്. ഡ്രാഗൺ ഫ്ലൈ, ഡാംസൽ ഫ്ലൈ, നമ്മൾ പറഞ്ഞ 2 വിഭാഗമുണ്ട്. റിസോപ്റ്റർ, സൈഗോപ്റ്റർ ഉണ്ട്. ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസൽ ഫ്ലൈസ് അല്ലേ. അപ്പം ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഒരു രീതി എന്ന് വെച്ചാൽ ഈ എന്താ പറയാ ഇവരുടെ ശരീരഘടനയാണ് ഇവർ രണ്ടും ഒറ്റയടിക്ക് വ്യത്യാസമാക്കുന്നത്. ഒന്ന് നമ്മൾ നേരെ ഇവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ എന്താ പറയാ ഈ ഓഡോനേറ്റ്സിലെ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആരോഗ്യമുള്ള, കുറച്ചുകൂടി വലുപ്പമുള്ള ഇൻസെക്റ്റുകളാണ് ഡ്രാഗൺ ഫ്ലൈസ്. ഡാംസൽ ഫ്ലൈസ് വളരെ ചെറിയ ഇൻസെക്റ്റുകളാണ്. കാരണം ഇവരുടെ നമുക്കറിയാം പ്രകൃതി ഓരോ ജീവിനെയും അതിന്റെ രീതിയിൽ ഒരുക്കി എടുക്കുന്നത് അതിന്റെ പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ടിയിട്ടാണ് ഇവരുടെ ശരീരഘടന പ്രകൃതി രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഓഡോനേറ്റ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവർ ഏകദേശം 300 മില്യൺ വർഷത്തെ എവല്യൂഷൻ ഉള്ള ഒരു ഇൻസെക്ട്സ് ആണ് ഇവർ ഓഡോനേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ആവാസ വ്യവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിലാണ് ഇവരുടെ ഇത്. അപ്പൊ ഡ്രാഗൺ ഫ്ലൈസിന്റെ രീതി ഇവർ വലിയ ജലാശയങ്ങൾക്ക് മുകളിൽ കൂടെ വരെ പറക്കാൻ കഴിവുള്ള ഇതായിട്ടാണ് ഇവർ ഇവോൾവ് ചെയ്തത്. ഈ ഡാംസൽ ഫ്ലൈസ് പക്ഷേ ഇവരുടെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പുല്ലിനിടയിൽ കൂടെ ചെറുതായിട്ട് സഞ്ചരിക്കുക എന്നുള്ള എവല്യൂഷൻ മാത്രമല്ല. അപ്പൊ അതിനകത്തുള്ള വലുപ്പമേ ഡാംസൽ ഫ്ലൈസിന് മിക്കവാറും കാണാതെ ചെറുതാണ് ഡാംസൽ ഫ്ലൈസ്. ഡ്രാഗൺ ഫ്ലൈസ് കുറച്ചുകൂടി വലിയ ഇൻസെക്ട്സ് ആണ് ഡ്രാഗൺ ഫ്ലൈ. എളുപ്പം ചിത്രീകരിക്കാൻ ഇവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നോക്കിയാൽ അറിയാം ഡ്രാഗൺ ഫ്ലൈസിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോളിന്റെ 2 മോളിൽ എന്തോ അങ്ങനെ കണ്ണുമായിട്ട് സാധനം ഒട്ടിച്ചു വെച്ച മാതിരിയാണ് ഡ്രാഗൺ ഫ്ലൈസിന്റെ കണ്ണുകൾ. 2 സൈഡിലായിട്ടാണ് കണ്ണുകൾ വരുന്നത്. അപ്പൊ നോക്കിയാൽ 2 സൈഡിലോട്ട് മാത്രമായിട്ടാണ് ഇവരുടെ കണ്ണുകൾ ഡ്രാഗൺ ഫ്ലൈസിന്റെ വരുന്നത്. പക്ഷേ ഡാംസൽ ഫ്ലൈസിന്റെ അങ്ങനെയല്ല. ഡാംസൽ ഫ്ലൈസിന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചു നോക്കൂ. ഡാംസൽ ഫ്ലൈസിന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സൈഡിൽ ഒരു ഡംബിൾ മാതിരിയാണ്. ഒരു ഡംബിൾ നടുവിൽ ഒരു സ്പേസ് കൊണ്ട് പിടിക്കാനുള്ള അതിന്റെ 2 സൈഡിൽ 2 ഉണ്ട മാതിരിയാണ് ഡാംസൽ ഫ്ലൈസിന്റെ കണ്ണുകൾ വരുന്നത്. അപ്പം ഇവരുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഇത് ചില്ലറക്കാരല്ല. ഇവരുടെ കണ്ണുകൾ ഏകദേശം 30,000 ഒമിറ്റീഡിയ എന്ന് പറഞ്ഞ സെൽസ് കൊണ്ടാണ് ഓരോ കണ്ണുകളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ പവർഫുൾ വിഷനും അതിന്റെ അനുസരിച്ച് കോർഡിനേഷനുള്ള വിഷനുള്ള ജീവികളാണ് തുമ്പികൾ. ഏറ്റവും ഈ അനിമൽ കിങ്ഡമിൽ തന്നെ ഏറ്റവും പ്രിഡേറ്ററി ആയിട്ടുള്ള ഒരു ഇൻസെക്ട്സ് ആണ്. പ്രിഡേറ്ററി ഇൻസെക്ട്സ് ആണ്. ഏകദേശം 90% പ്രിഡേറ്ററി സക്സസ് ഉള്ള ഇൻസെക്ട്സ് ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാടുകളിൽ കാണുന്ന ഏറ്റവും വലിയ ഇരപിടിയനായ കടുവയായാലും ലെപ്പേർഡ് ആയാലും ഇവരുടെയൊക്കെ ഒരു കടുവയുടെ ഒക്കെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40% താഴെയാണ്. ഒരു 100 ഹണ്ട് ശ്രമങ്ങൾ നടത്തിയാൽ 40% മാത്രമാണ് കടുവകളുടെ സക്സസ് റേറ്റ്. പക്ഷെ തുമ്പികളുടെ എന്ന് പറഞ്ഞാൽ 90% മുകളിലാണ് തുമ്പികളുടെ സക്സസ് റേറ്റ്. അത്രയും ഇവോൾവ് ആയിട്ടുള്ള ഒരു ഇൻസെക്ട്സ് ആണ്. അപ്പൊ കണ്ണുകൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും 2 രീതിയിലുള്ള കണ്ണുകളാണ്. ഓക്കെ. പിന്നെ ഇവരുടെ ശരീരമാണ്. ഡ്രാഗൺ ഫ്ലൈസിന്റെ ശരീരം കുറച്ച് റോബസ്റ്റ് ആണ്. കുറച്ചുകൂടി ആരോഗ്യമുള്ള ഒരു ദൃഢമായ കുറച്ചുകൂടി വലിപ്പമുള്ള ശരീരമാണ്. കുറച്ചുകൂടി വണ്ണമൊക്കെ ഉള്ള ശരീരമാണ്. പക്ഷെ ഡാംസൽ ഫ്ലൈസ് നമ്മൾ മലയാളത്തിൽ സൂചിത്തുമ്പി എന്ന് പറയുന്ന മാതിരി തന്നെ വളരെ ലീൻ ആയിട്ടും സ്ലെൻഡർ ആയിട്ടുള്ള ഫ്ലജർ ആയിട്ടുള്ള ബോഡിയുള്ള ഇൻസെക്ട് ആണ് ഡാംസൽ ഫ്ലൈസ്. ഇതാണ് 2 ഒരു കാര്യം. പിന്നെ ഇവരുടെ വിങ്ങുകളാണ്, ചിറകുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവർക്ക് 2 പേർക്കും 2 പെയർ ഓഫ് ചിറകുകളാണ്. അതായത് 4 ചിറകുകളുണ്ട്. 2 മുൻചിറകുകളും 2 പിൻചിറകുകളും ഉണ്ട്. ഈ മുൻചിറകുകളുടെ ഈ ഡ്രാഗൺ ഫ്ലൈസിന്റെ കാര്യങ്ങളിൽ മുൻചിറകുകൾ ഒരേ മാതിരി ആയിരിക്കുന്നത്. പക്ഷെ പിൻചിറകുകൾ
കുറച്ചുകൂടി വീതിയുള്ള ചിറകുകൾ. കാരണം ഇവർ ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈ ചെയ്യുന്നത് കാരണം ഇവർക്ക് അത്യാവശ്യം ഗ്ലൈഡ് ചെയ്യേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഗ്ലൈഡ് ചെയ്യുന്ന എപ്പോഴും സാധനത്തിന് എന്താണ് വീതി വേണം അല്ലെ, വിങ് ഈ എയറിനെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ട് കുറച്ചുകൂടി വീതിയുള്ള വിങ്ങുകൾ വേണം. പിഞ്ചിറകുകൾ വീതിയുള്ളതാണ് ഡ്രാഗൺ ഫ്ലൈസ്. 4 വിങ്ങും ഒരേ ഷേപ്പ് അല്ല. പക്ഷെ ഡാംസൽ ഫ്ലൈസിന്റെ 4 വിങ്ങും ഒരേ സൈസാണ്, ഒരേ സൈസ് ഒരേ ഷേപ്പുമാണ് 4 വിങ്സിനും ഡാംസൽ ഫ്ലൈസ്. ഡ്രാഗൺ ഫ്ലൈസിന്റെ മുൻ 2 വിങ്ങുകൾക്ക് ഒരു ഷേപ്പും പുറകിലെ 2 വിങ്ങുകൾ കുറച്ചുകൂടി വീതിയാർന്നതായിട്ടുള്ള ഷേപ്പിലുള്ളതാണ് ഡ്രാഗൺ ഫ്ലൈസ്. ഓക്കെ, പിന്നെ ഡ്രാഗൺ ഫ്ലൈസ് ഇരിക്കുമ്പോൾ വിങ്സ് എപ്പോഴും സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഡാംസൽ ഫ്ലൈസ് എന്താണ് ചെയ്യുക, ഇവരുടെ ശരീരത്തിനോട് ചേർത്ത് ചിറകുകൾ കൂപ്പി വെച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ 2 വ്യത്യാസങ്ങൾ തന്നെ നമുക്ക് ഇവരെ എളുപ്പം തിരിച്ചറിയാൻ പറ്റും, ഡ്രാഗൺ ഫ്ലൈസിനെ ഡാംസൽ ഫ്ലൈസ്. എവിടെ ഇരുന്നാലും ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വണ്ണം കുറവ് സ്ലെൻഡർ ആയിട്ട് ചിറകുകൾ ശരീരത്തിനോട് കൂപ്പി വെച്ച് കഴിഞ്ഞാൽ അത് ഡാംസൽ ഫ്ലൈ ആണെന്ന്. ഡ്രാഗൺ ഫ്ലൈ ആണെങ്കിൽ ഇരിക്കുമ്പോൾ ചിറക് വിടർത്തിയാണ് വെക്കുന്നത്, 4 ചിറകുകൾ വ്യത്യാസ വലുപ്പമാണ്, കുറച്ചുകൂടി വലുപ്പമുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡ്രാഗൺ ഫ്ലൈ ആണ്, നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റും. ഇതാണ് ഇവരുടെ പെട്ടെന്ന് തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു കാര്യം. പിന്നെ ഇവർക്ക് കുറച്ച് അപരന്മാരുണ്ട്. ഡ്രാഗൺ ഫ്ലൈസ് ആണോ ഡാംസൽ ഫ്ലൈസ് ആണോ നമുക്ക് സംശയിക്കുന്ന കുറച്ച് ഇൻസെക്ട്സുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് നമ്മൾ ആന്റിലിയോൺ, മറ്റേ സാധനമാണ് ഔട്ട്ഫ്ലൈ. ആന്റിലിയോണിന്റെ വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ വിചാരിച്ച് നമ്മൾ ഈ കുഴിയാന എന്നത് നമ്മൾ എന്താണ് ആന്റിലിയോൺ ആണെന്ന് വിചാരിച്ചിട്ടുണ്ട് ചെറുകാലത്ത്. ആന്റിലിയോൺ അതായത് കുഴിയാന എന്ന് പറഞ്ഞാൽ തുമ്പികളുടെ നിംഫാണ്, തുമ്പികളുടെ ലാർവയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് നമ്മൾ. പക്ഷെ അത് ശരിക്കും കുഴിയാന എന്ന് പറഞ്ഞാൽ ഈ ആന്റിലിയോണിന്റെ ലാർവയാണ്, കുഞ്ഞുങ്ങളാണ് കുഴിയാന എന്ന് പറഞ്ഞ സാധനങ്ങൾ. ഓക്കെ, പിന്നെ വേറൊരു തുമ്പിയായി സംശയിക്കുന്ന നമ്മൾ സാധനം ഈ ഔൾഫ്ലൈ എന്ന് പറഞ്ഞ സാധനം. ഇവർ രണ്ടുപേരാണ് തുമ്പിയായിട്ട് സാദൃശ്യം വരുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും തുമ്പിയെന്ന് വ്യത്യസ്തമാക്കുന്നത് വെച്ചാൽ ഇവർക്ക് ആന്റിനയുണ്ട്. ഇവർ തലയ്ക്ക് മുകളിൽ 2 ആന്റിനാസ് ഉണ്ട്, തുമ്പികൾക്ക് എന്താണ് ആന്റിന ഇല്ല. തുമ്പികളിൽ തലയിൽ ആന്റിന ഉണ്ട്, വളരെ റൂഡിമെന്ററി. നമ്മൾ മൈക്രോസ്കോപ്പിക് ആക്കി നോക്കിയാൽ മാത്രമേ ഈ ആന്റിനാസ് കാണത്തുള്ളൂ. പക്ഷെ ആന്റിലിയോണിനും ഔട്ട്ഫ്ലൈസിനും ഔട്ട്ഫ്ലൈസിന് പ്രത്യേകിച്ചും നീണ്ട ആന്റിനകളുണ്ട്. ഇവരെ തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു ബേസിക് സ്ട്രക്ചർ ആണ് നമ്മൾ തുമ്പിയുടെ നോക്കുക. അപ്പൊ ഇതിൽ ശ്രദ്ധിച്ചറിയാം, ഇപ്പൊ പിഞ്ചിറകുകൾക്ക് കുറച്ചുകൂടി വീതിയുള്ള പിഞ്ചിറകുകളാണ്, മുൻചിറകുകൾക്ക് അത്രയും വീതിയില്ല. ഇതൊരു ഡ്രാഗൺ ഫ്ലൈയുടെ സ്ട്രക്ചർ വെച്ചിട്ട് അപ്പൊ തലയുണ്ട്, ഹെഡ് ഉണ്ട്, ഐസ് ഉണ്ട് 2 സൈഡിലായിട്ട്, 4 പെയർസ് വിങ് ഉണ്ട്. വിങ്ങിന്റെ അറ്റത്തൊരു കട്ടിയുള്ള തീറോസ്റ്റിഗ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് വയറാണ് ശരിക്കും. ഇത് ടെയിലിൽ നിന്ന് നമ്മൾ സാധാരണ വാലത് പറയുമെങ്കിലും ഇത് വയറാണ്, അബ്ഡമൻ ആണ് ഇവരുടെ. തൊറാക്സ് ഉണ്ട്, നമുക്ക് എന്താ പറയാ 6 പെയർ ഓഫ് ലെഗ്സ് ഉണ്ട്, പിന്നെ വാലിന്റെ അറ്റത്ത് ആനൽ അപ്പൻഡേജസ് ഉണ്ട്. ഇതാണ് സാധാരണ ഒരു ഡ്രാഗൺ ഫ്ലൈയുടെ സ്ട്രക്ചർ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിന്റെ സ്ട്രക്ചറിലോട്ട് പറഞ്ഞില്ല. പക്ഷെ ഇവർക്ക് ഈ ആനൽ അപ്പൻഡേജ് നമ്മൾ പറയുന്ന ഈ വാലിന്റെ അറ്റം അല്ലേ, നമ്മൾ ഈ പറയുന്ന ഈ വാലിന്റെ അറ്റം എന്ന് പറയുന്ന സ്ഥലം, വയറിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ വാലിന്റെ അറ്റം എന്ന് പറയുന്ന സ്ഥലം, അതാണ് ആനൽ അപ്പൻഡേജ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ഡ്രാഗൺ ഫ്ലൈസിനും ഡാംസൽ ഫ്ലൈസിനും വ്യത്യാസമുണ്ട്. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈസിന്റെ വാലിന്റെ വെച്ചാൽ 3 അപ്പൻഡേജസ് ആണ് ഡ്രാഗൺ ഫ്ലൈയുടെ വാലുകൾക്ക് ഉണ്ടാവുക. ഡാംസൽ ഫ്ലൈ മെയിൽസിന്റെ കാര്യമാണ് പറയുന്നത്. ഡ്രാഗൺ ഫ്ലൈ മെയിൽസിന് 3 അപ്പൻഡേജുകളാണ് ഉണ്ടാവുക. 2 മുകളിൽ സുപ്പീരിയർ അപ്പൻഡേജ്, ഒരു ഇൻഫീരിയർ അപ്പൻഡേജ് ഉണ്ടാവും. ഡാംസൽ ഫ്ലൈക്ക് 4 അപ്പൻഡേജുകൾ ഉണ്ടാവും. 2 മുകളിൽ സുപ്പീരിയർ അപ്പൻഡേജും 2 ഇൻഫീരിയർ ആയിട്ടും. ഈ ഡ്രാഗൺ ഫ്ലൈ ഫീമെയിൽസിന് എന്താണ് സുപ്പീരിയർ അപ്പൻഡേജുകൾ ഇല്ല, താഴെ 2 ഇൻഫീരിയർ അപ്പൻഡേജുകൾ മാത്രമേ ഉള്ളൂ. ഡാംസൽ ഫ്ലൈസിന് ഈ മുകളിൽ ഒരു സുപ്പീരിയർ അപ്പൻഡേജ് 2 ഉണ്ട്, താഴത്തെ ഒരു സ്റ്റൈലസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, കാരണം ഇതിൽ മുട്ട ഇടാൻ സഹായിക്കുന്ന ഒരു അവയവം കൂടിയാണ് ഈ സ്റ്റൈലസ് എന്ന് പറഞ്ഞ ഈ ചെറിയൊരു ബ്ലേഡ് മാറ്റുന്ന സാധനം. കാരണം ഇവര് പുല്ലൊക്കെ കീറി അതിൻ്റെ അകത്തോട്ടാണ് മുട്ട ഇടുന്നത് ഡാംസൽ ഫ്ലൈസ് മിക്കവാറും. അതിന് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ സ്റ്റൈലസ് എന്ന് പറഞ്ഞ ഓർഗൻ. അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ദൂരത്തെ ഡ്രാഗൺ ഫ്ലൈസ് നോക്കുമ്പോൾ മുകളിലേക്ക് പോയിന്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് മെയിൽസ് ആയിരിക്കും. ഫീമെയിൽസിനെ നോക്കി കഴിഞ്ഞാൽ അറിയാം ബ്ലണ്ട് ആയിരിക്കും, പോയിന്റഡ് ആയിട്ടായിരിക്കും. ഇതാണ് ഏറ്റവും എളുപ്പം ഡ്രാഗൺ ഫ്ലൈസിനെയും ഡാംസൽ ഫ്ലൈസിനെയും തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഡ്രാഗൺ ഫ്ലൈസിനായാലും 2 എന്താ പറയാ ജെനിറ്റൈൽസ് ഉണ്ട്. ഇവിടെ ബാക്കിലുണ്ട് ഒരു 2 ഉണ്ട്, ഈ സെക്കൻഡ് അപ്പൻഡേജിന്റെ താഴെയുണ്ട് ജെനിറ്റൈൽസ്. ഈ 2 ജെനിറ്റൈൽസ് ഉണ്ട് ഡ്രാഗൺ ഫ്ലൈസിനും ഡാംസൽ ഫ്ലൈസിന്റെ കേസ്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പോകാം, അതിന്റെ കാര്യം ആവശ്യമില്ല. പിന്നെ ഇവരുടെ ഒരു എവല്യൂഷൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 300 വർഷത്തെ എവല്യൂഷൻ ആണ് ഡ്രാഗൺ ഫ്ലൈസിനുള്ളത്. ഇപ്പൊ ഇവരുടെ ആദ്യത്തെ ഉണ്ടായിരുന്ന ഇൻസെക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ മെഗാന്യൂറ എന്ന് പറഞ്ഞ ജീനസിൽപ്പെട്ട, ഇതിപ്പോ ഒരു കാണിച്ചിരിക്കുന്ന മെഗാന്യൂറ മോണിയാണ്. മെഗാന്യൂറ ജീനസിൽപ്പെട്ട ആദ്യത്തെ ഇൻസെക്ട്സുകളാണ്. ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവരുടെ വലിയ ചിറകുകളാണ്, ഏകദേശം 70 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ചിറകുകളാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഇൻസെക്റ്റുകളായിരുന്നു ഇവർ. പക്ഷെ ഇവർ കാലക്രമേണ എന്താണ് ഇവരുടെ സൈസ് കുറഞ്ഞു വന്നു. അപ്പം ഈ ഡ്രാഗൺ ഫ്ലൈസിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരുപാട് മാസ് എക്സ്റ്റിങ്ഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. 5 മാസ് എക്സ്റ്റിങ്ഷൻസ് കാലക്രമേണ 5 മാസ് എക്സ്റ്റൻഷനിലൂടെ കടന്നു പോയിട്ടാണ് ഭൂമി ഇന്ന് കാണുന്ന, ഭൂമിക്ക് നമുക്ക് ചുറ്റും കാണുന്ന ജീവികളൊക്കെ തന്നെ ജീവിച്ച് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് 5 മാസം, നമ്മളൊരു മരം മാതിരിയാണ്, മരത്തിന്റെ ശാഖകൾ വെട്ടിക്കളയുന്ന മാതിരിയാണ് പ്രകൃതി ചെയ്യുന്നത്. ഓരോ സമയത്തും പ്രകൃതി എന്ത് ചെയ്യും, ഒരു മാസ് എക്സ്റ്റൻഷൻസ് എന്തെങ്കിലും കാരണവശാൽ കൊണ്ടുവരും. അതിൻ്റെ അകത്ത് ജീവിച്ചു വരുന്ന ജീവികളെ മാത്രം സംരക്ഷിക്കും. ബാക്കി ഒരുപാട് ജീവികൾ, ഒരു 80-90% ജീവികളൊക്കെ പലപ്പോഴും ആ ഒരു മാസ് എക്സ്റ്റൻഷനിൽ മരിച്ചു പോകും. പിന്നെ 10% മാത്രമേ അതിജീവിക്കുള്ളൂ.
ആ 10% ഭൂമി വീണ്ടും അടുത്ത ഒരു എവല്യൂഷനിലേക്ക് കയറി പോകുന്നത്. വീണ്ടും ഇവോൾവ് ചെയ്ത് വരും, വീണ്ടും ഒരു മാസ് എക്സ്റ്റിൻഷൻ വരും. അപ്പൊ അതിൻ്റെ അകത്തുനിന്നുള്ള സർവൈവ് ചെയ്യാൻ പറ്റാത്ത ജീവികളൊക്കെ നശിച്ചു പോകും. അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്ത് വരുന്നവരിൽ പിന്നെ എവല്യൂഷൻ വരുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഭൂമി സെലക്ട് ചെയ്ത് ഈ 5 മാസ് എക്സ്റ്റൻഷൻസിലും സെലക്ട് ചെയ്തിട്ടാണ് ഭൂമി വന്നിരിക്കുന്നത്. അപ്പൊ 5 മാസ് എക്സ്റ്റൻഷൻ നമുക്ക് ഒരു ഓഡോവേഷ്യൻ എക്സ്റ്റൻഷൻ ഉണ്ട്. അത് വളരെ ചെറിയ ജീവികളാകുന്ന സമയത്ത്, മെറൈൻ ഇൻവേർട്ടിബ്രേറ്റ്സ് ഒക്കെ ഉള്ള സമയത്ത് ഒരു എക്സ്റ്റൻഷൻ വന്നു. അതിൻ്റെ അകത്തുള്ള ഒരുപാട് 90% ജീവികൾ മരിച്ചുപോയി, 10% ജീവിച്ചു വന്നു. പിന്നെ ഒരു ഡിവോണിയൻ എക്സ്റ്റൻഷൻ വന്നു, അടുത്ത എക്സ്റ്റൻഷൻ വന്നു. അതിൻ്റെ അകത്ത് ഇതേമാതിരി തന്നെ ആംഫിബിയൻസും വിങ്സ്ലങ്സ് ഇൻസെക്ട്സ് ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ജീവിച്ചു വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാർബോണിഫറസ് ഒരു കാലം കഴിഞ്ഞു, പെർമിയൻ ആയപ്പോൾ ഒരു എക്സ്റ്റൻഷൻ വന്നു, ജുറാസിക്കിന് അവസാനം ഒരു എക്സ്റ്റൻഷൻ വന്നു, പിന്നെ ഒരു സിറ്റുവേഷൻ എക്സ്റ്റൻഷൻ വന്നു. അങ്ങനെ 5 മാസം ഈ സിറ്റുവേഷൻ എക്സ്റ്റൻഷൻ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എന്താ പറയാ ഈ പ്ലാനറ്റിലെ മാമൽസിന്റെ ആധിപത്യം വരാൻ തുടങ്ങിയത്. അപ്പം ഈ എക്സ്റ്റൻഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ തുമ്പികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലിബുലിഡേ എന്നൊരു ഫാമിലി, ഇപ്പൊ നമ്മൾ കാണുന്ന മിക്ക തുമ്പികളിലും ലിബുലിഡേ ഫാമിലിയിലുള്ള തുമ്പികളാണ്. ഇവരുടെ ഒരു എണ്ണം കൂടി വന്നു. കാരണം ഇവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ 5 മാസ് എക്സ്റ്റൻഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ലിബുലിഡേ. അപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 80% തുമ്പികൾ നമ്മൾ കാണുന്നത് ലിബുലിഡേയിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ളത്, എണ്ണം ഉള്ളതൊക്കെ ഈ ലിബുലിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിൽ നിന്ന്. കാരണം അവരാണ് ഏറ്റവും ഈ എല്ലാ ഇവല്യൂഷണറി പാത്വേയിലൂടെ കടന്നു പോയിട്ട് ഏറ്റവും നന്നായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ഏറ്റവും അഡാപ്റ്റീവ് ആയിട്ടുള്ള ഇൻസെക്ട് ഗ്രൂപ്പ്സ് ഈ തുമ്പികളിൽ ഈ ലിബുലിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിൽ വരുന്ന ഗ്രൂപ്പാണ്. അത് ഈ അവസാന ഘട്ടത്തിൽ, അതായത് ഈ 5ാമത്തെ മാസ് എക്സ്റ്റൻഷൻ കഴിഞ്ഞപ്പോൾ ഇവോൾവ് ചെയ്ത് വന്നൊരു ഇൻസെക്ട്സ് ആണ്. അപ്പൊ ഇതിനകത്ത് രസകരമായിട്ടുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. ഇതിനകത്ത് എന്താ പറയുന്നത്? They say Odoneids have witnessed appearance and disappearance of dinosaurs, arrival of birds, and evolution of just yesterday's human race. ഇന്നലെ ജനിച്ചു വന്ന മനുഷ്യനാണ് നമ്മൾ ശരിക്കും പറയുന്നത്. കാരണം നമുക്ക് 60 മില്യൺ വർഷത്തെ എവല്യൂഷനെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും കാലത്തെ എവല്യൂഷനിലൂടെ കടന്നു വന്ന് അത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ഇൻസെക്ട് ഗ്രൂപ്പാണ് ഈ ഓഡോനൈറ്റ്സ്, തുമ്പികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞ ആൾക്കാർ. ഓക്കെ ഓക്കെ അതിന്റെ നമ്മളൊരു രസം എന്തുകൊണ്ട് അവർ സർവൈവ് ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. നമ്മൾ ഓഡോനൈറ്റ്സിന്റെ ഒരു ഡൈവേഴ്സിറ്റി നോക്കാം. ഇന്ന് ലോകത്തിൽ ഏകദേശം 6300 അതിലധികം ഓഡോനൈറ്റ് സ്പീഷീസുകൾ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്നതാണ്. ഇന്ത്യയിൽ നമുക്ക് 500-ലധികം സ്പീഷീസുകളുണ്ട്. വെസ്റ്റേൺ ഗ്ലാസിൽ അതായത് നമ്മളെ സഹ്യാദ്രി പല നിരകളിൽ നമുക്ക് ഏകദേശം 200 സ്പീഷീസ് തുമ്പികളുണ്ട്. കേരളത്തിൽ 180ഓളം തുമ്പികൾ ഇന്നും തുമ്പികളെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കാം. We have 180+ species of dragonflies and damselflies കേരളത്തിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇത്രയും ഡൈവേഴ്സിറ്റി നമുക്ക് ഇന്ന് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇതല്ല നമ്മൾ ലോകത്ത് കാണുന്ന ഡൈവേഴ്സിറ്റി ഇൻസെക്ട് ഗ്രൂപ്പ്സിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ തുമ്പികളുടെ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ കണ്ടെത്തിയത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതുവരെയ്ക്കുന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ കുറച്ച് ബിഹേവിയർ ആണ് നോക്കുന്നത്. ഒന്ന് വേണ്ട. ഓക്കെ, ഇവരുടെ ലൈഫ് സൈക്കിൾ നോക്കാം തുമ്പികളുടെ. എന്തുകൊണ്ടാണ് തുമ്പികൾ ഇവോൾവ് ചെയ്യുന്നത്? ഇവർക്ക് മെറ്റമോർഫോസിസ് ആണല്ലോ. അത് കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് അല്ല. നമ്മൾ പൂമ്പാറ്റകളെ നോക്കുമ്പോൾ വെച്ചാൽ എഗ് ഇടും, എഗ്ഗിന്ന് നമുക്ക് ലാർവയോ ലാർവ ഉണ്ടാവും. ലാർവയും കൊക്കൂണായിട്ട് ഫോം ചെയ്തിട്ടാണ് പിന്നെ അഡൽട്ട് ഫ്ലൈസ് പുറത്ത് വരുന്നത്. അപ്പൊ ഈ കൊക്കൂൺ സ്റ്റേജസ് ഇതിനില്ല. പ്യൂപ്പേറ്റ് ചെയ്യുന്ന പരിപാടികൾ തുമ്പികൾക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തുമ്പികളുടെ ചെറിയ ഇതിനെ നമ്മൾ നിംഫ് എന്നാ പറയുക. അപ്പൊ മുട്ടേന്ന് വിരിഞ്ഞിട്ട് നേരെ നിംഫായിട്ടാണ് മാറുന്നത്. നിംഫ് പിന്നെ പല സ്റ്റേജസ് ആയിട്ട് വെള്ളത്തിനുള്ളത് ഭക്ഷണം കഴിച്ചു പല വട്ടം അതിന്റെ പുറന്തൊലി കളഞ്ഞ് കൂടുതൽ വലുതായി ഒരു 5-6 ഇൻസ്റ്റാറുകളൊക്കെ കഴിയുന്നതിന് ശേഷം ഇവരെന്ത് ചെയ്യും? മെല്ലെ കല്ലിന്റെ മുകളിലോട്ട് കയറിയിട്ട് അവിടുന്ന് ഇവരുടെ പുറന്തോട് പൊട്ടിയിട്ടാണ് തുമ്പികളായിട്ട് പുറത്തു വരുന്നത്. ഇതാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ ശരിക്കും പറഞ്ഞാൽ ഇൻസെക്ട്സിന്. ഈ പുറത്ത് വരുന്ന തുമ്പി എന്ന് പറഞ്ഞാൽ തുമ്പി ടൈം എടുക്കും ശരിക്കും പുറത്ത് വന്നിട്ട് സീസൺഡ് ആയിട്ട് പുറത്തോട്ട് വരാൻ ടൈം എടുക്കും. അതായത് ഈ വിരിഞ്ഞിറങ്ങുന്ന സമയത്തിന് വലിയ നിറമൊന്നും കാണത്തില്ല. ഇവർക്ക് ടൈം എടുത്ത് കാറ്റും വെളിച്ചമൊക്കെ തട്ടി കഴിയുമ്പോൾ മെല്ലെ ഇവരുടെ ഹീമോലിംസ് എന്നാണ് ഇവരുടെ ബ്ലഡ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. ബ്ലഡ് അല്ല, ഹീമോലിംസ് അതിന് പറയുന്നത്. അത് പമ്പ് ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇവരുടെ ചിറകുകൾക്കും ശരീരത്തിനൊക്കെ നിറം വയ്ക്കുന്നത്. അതായത് ഒരു ഇതാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ റൈസൺ ചിത്രീകരിച്ച പടങ്ങളാണിത്. അപ്പൊ നോക്കിയാൽ ആദ്യത്തെ ഒരു നിംഫ് ഇലയുടെ മുകളിലോട്ട് കയറിയിരിക്കുന്നു. അതിന്റെ പുറന്തോട് പൊട്ടിയിട്ട് ഒരു തുമ്പി പുറത്തോട്ട് വരുന്നു. അത് ആദ്യം നമുക്ക് അത് കണ്ടാൽ തുമ്പിന്ന് പോലും തോന്നില്ല, അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് അത് ഇരിക്കുന്നത്. പതിയെ അപ്പൊ ഇത് മിക്കവാറും ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ നിംഫ് രാത്രി കാലങ്ങളിലാണ് ഈ ഇലയുടെ മുകളിലോട്ട് കയറുന്നത്. ഒരു 3 മണി 4 മണി സമയത്താണ് ഈ നിംഫിന്റെ ശരീരത്തെ പൊട്ടി തുമ്പികൾ പുറത്തു വരുന്നത്. ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഒരുവിധം പറക്കാനുള്ള ഒരു അവസ്ഥയിലെത്തും. എന്തിനാണെന്ന് അറിയാം ഇങ്ങനെ ആവുന്നത്? കാരണം വെച്ചാൽ ഈ തുമ്പികള് ഇൻ കേസ് രാവിലെ സമയത്താണ് ഇങ്ങനെ പൊട്ടി പുറത്തു വരുന്നതെങ്കിൽ എന്താ ഇതിനെ ഈസിലി ബേർഡ്സോ മറ്റ് ഇൻസെക്ട്സോ
അല്ലെങ്കിൽ വേറെ റെപ്റ്റൈൽസ് ഒക്കെ വന്ന് പിടിച്ച് തിന്നിട്ട് പോകും. അപ്പം ഇവരൊക്കെ ഇനാക്റ്റീവ് ആയ ഒരു സമയത്താണ് തുമ്പി ശരിക്കും ജന്മം കൊള്ളുന്നത്. ഇതിനകത്ത് പൊട്ടിമുളച്ച് മെല്ലെ പറക്കാനുള്ള അവസ്ഥ, ഈ ബാക്കി ഇതിന്റെ പ്രിഡേറ്റേഴ്സ് ഒക്കെ ഉണർന്നു വരുന്ന സമയം ആകുമ്പോഴത്തേക്ക് ഇവര് പറക്കാനുള്ള ഒരു അവസ്ഥയിലെത്തും. അപ്പൊ എപ്പോഴും പുലർക്കാലത്തായിരിക്കും ഇവർ മിക്കവാറും തൊലി പൊട്ടിയിട്ട് തുമ്പികളായിട്ട് ഇവർ പുറത്തു വരുന്നത്. അപ്പൊ ഈ പുള്ളിയും ഇതേമാതിരി വളരെ പുലർക്കാലത്ത് ഒരു 3 മണി 4 മണിക്ക് ഇരുന്നിട്ട് ഓരോ സ്റ്റേജിലും ഫോട്ടോ എടുത്തിട്ട് ഉണ്ടാക്കിയൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പടങ്ങളാണിത്. ഓക്കെ. പിന്നെ ഇവരുടെ തുമ്പികളുടെ പഠിക്കാനുള്ള ഏറ്റവും ഒന്ന്, ഇവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസെക്ട് ഗ്രൂപ്പാണ്. പൂമ്പാറ്റകളുമായി തന്നെ വളരെ രസകരമായിട്ടുള്ള തുമ്പികൾ ഉണ്ടെങ്കിലും ഇവരുടെ ബിഹേവിയർ ആണ് പൂമ്പാറ്റകളെക്കാളും വളരെ രസകരമായിട്ടുള്ളത്. ഒരു വളരെ ഇവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതികൾ, ഇവരുടെ ടെറിട്ടോറിയലാണ് ഇവര്. മറ്റ് തുമ്പികളെ അവരാന്റെ അതിർത്തിയിലേക്ക് അടുപ്പിക്കില്ല. അതിന് പെട്രോൾ ചെയ്യും, ബാസ്കിങ് ചെയ്യും. കാരണം നിങ്ങൾക്ക് അറിയാലോ, നമ്മളെപ്പോഴും പറയും, നമ്മള് തുമ്പി നിരീക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത്, നമ്മൾ തുമ്പി നിരീക്ഷണം 6 മണിക്ക് നടത്തിയിട്ട് കാര്യമില്ല. പുലർച്ചെ നമ്മൾ ബേർഡ് വാച്ചിങ്ങിന് പോകുന്ന മാതിരി രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തുമ്പികളൊന്നും കാണത്തില്ല. തുമ്പികളെ കാണും, വല്ല ഇലയുടെ അടിയിലൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ചൊരു ഉറങ്ങിയിരിക്കുന്ന തുമ്പികളെ കാണത്തുള്ളൂ. അത് നമ്മളിങ്ങനെ തപ്പി കണ്ടുപിടിക്കും. അവർ പറക്കുന്നൊന്നും നമ്മൾ കാണില്ല ഒരിക്കലും. കാരണം എന്താണ്? തുമ്പികൾ കോൾഡ് ബ്ലഡഡ് ആണ്. അത് കാരണം എന്താണ്? ഇവർക്ക് ചൂട് വേണമെങ്കിൽ ഈ അന്തരീക്ഷത്തിലെ ചൂട് ഇവരെ ശരീരത്തിൽ കയറി ഇവർ ചൂടായ മാത്രമേ ഇവർക്ക് പ്രോപ്പറായിട്ട് പറക്കാനും ഇവരുടെ ഡ്യൂട്ടീസ് ഒക്കെ രാവിലത്തെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതുവരേക്ക് ഇവരിങ്ങനെ ഇലയുടെ അടിയിലൊക്കെ തൂങ്ങി ഉറങ്ങിയായിരിക്കും. അപ്പൊ ഒരു 8 മണി 8:30 9 മണി സമയമൊക്കെ ആകുമ്പോഴാണ് ഇവര് വെയിലിന്റെ ചൂട് തട്ടി ഇവരുടെ ശരീരം ആവശ്യത്തിന് ചൂടായിട്ട് ഇവര് പിന്നെ മെല്ലെ പറക്കാൻ ആരംഭിക്കുക. അപ്പൊ ഈ പറക്കാൻ ആരംഭിക്കുമ്പോഴാണ് നമുക്ക് എളുപ്പം തുമ്പികളെ കാണാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നമ്മളൊരു തുമ്പികളെ ഡോക്യുമെന്റ് ചെയ്യാൻ ഒരു വയലിലോ അല്ലെങ്കിൽ ഒരു കാടിന്റെ സൈഡിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ തുമ്പി നിരീക്ഷണം തുടങ്ങുന്നത് ഒരു 8:30 കഴിഞ്ഞിട്ട്. വെയിലുള്ള സമയമാണ്, ഒരു 8:30 സമയമാണ് കറക്റ്റ് ടൈം. വെയിലുണ്ടെങ്കിൽ 8:30, അല്ലെങ്കിൽ യു കെൻ വെയിറ്റ് ഫോർ സം ഒരു ഹാഫ് ആൻ അവർ മോർ ആയിട്ട് 9 മണിക്ക് തുടങ്ങുക. അപ്പൊ അപ്പോഴാണ് തുമ്പികൾ ആക്റ്റീവായിട്ട് തുടങ്ങുന്നത് ആക്ടിവിറ്റി. ആ സമയത്ത് വേണം തുമ്പി നിരീക്ഷണം നടത്താം. അതായത് പക്ഷി നിരീക്ഷണം നടത്തുന്നവർ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തുമ്പികളെ മിക്കറും കാണാം. അത് കാരണം എന്ന് വെച്ചാൽ പക്ഷികൾ നമ്മളെ മാതിരി വാം ബ്ലഡഡ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് ബോഡി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് അവരുടെ ആക്ടിവിറ്റി ഏർലി മോർണിംഗ് തുടങ്ങാം നമ്മളെ മാതിരി. ബട്ട് ഫോർ ഡ്രാഗൺ ഫ്ലൈസ്, അതേ ഇൻസെക്ട്സ്, കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് അവർ ആക്റ്റീവ് ആവണമെങ്കിൽ വെയിൽ ചൂടായിട്ട് വെയിലിന്റെ ചൂട് കൂടി തട്ടിയാലാണ് അവർക്ക് ആക്ടിവിറ്റി. അപ്പൊ ആ ചൂട് ബാലൻസ് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ചെയ്യാറുണ്ട് സാധനം. അതിലൊന്നാണ് ബാസ്കിങ്. നമ്മൾ തുമ്പികളെ മിക്കവാറും കാണാല്ലേ ഒരു കമ്പിന്റെ മുകളിൽ ചിറക് തുറന്നു വെച്ചിട്ട് ഇരിക്കുന്നതാണ് വെയിലത്ത്. അതെന്താ? ബാസ്കിങ് ആണ്. ശരീരത്തിൽ ചൂട് പിടിക്കേണ്ടിയിട്ട് ചെയ്യുന്ന സാധനം. പിന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടി, ചൂട് ഒരുപാട് കൂടുമ്പോൾ അവർ ഗ്ലൈഡ് ചെയ്യും. വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് നടക്കും ഇടയ്ക്ക്. അത് ടെറിട്ടോറിയൽ കൂടിയാണ്. അവർ മറ്റു തുമ്പികളൊക്കെ അതിന്റെ അതിർത്തിയിലുണ്ടോ എന്നൊക്കെ വേണ്ടി നോക്കേണ്ടിയിട്ട് കൂടിയാണ് ഈ ഗ്ലൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തില് ഈ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഗ്ലൈഡ് ചെയ്യുമ്പോൾ പറക്കുന്ന സമയത്ത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ പറ്റും. പിന്നെ ചൂട് കുറയ്ക്കാൻ ഇവർക്ക് ഒരു പോസ്റ്ററിംഗ് ഉണ്ട്, ഒബ്ലിക്സ് പോസ്റ്ററിംഗ് എന്ന് പറഞ്ഞൊരു പോസ്റ്ററിംഗ് ഉണ്ട്. അത് ചൂട് കുറയ്ക്കാൻ വേണ്ടി ശരീരത്തിലെ പ്രത്യേക പോസ്റ്ററുകളുണ്ട്. പിന്നെ ഇവർക്ക് മറ്റ് നമ്മൾ പറയുന്ന മാതിരി വേറെ പൂമ്പാറ്റകളിലും ബേർഡിലൊക്കെ റൊക്കേറ്റ് ചെയ്ത മാതിരി ഇവർക്ക് ലോക്കലായിട്ട് ഡിസ്പേഴ്സൽസ് ഉണ്ട്. ഒരു തുമ്പി അവിടെ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിലോട്ട് പോകും. മൈഗ്രേഷൻ ഉണ്ട് ഇവർക്ക്, സൈക്ലിക് ആയിട്ടുള്ള മൈഗ്രേഷനുകളുണ്ട് നമ്മളെ തുലാത്തുമ്പിയൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ. പിന്നെ ഇവർക്കൊരു സ്വഭാവമുണ്ട്, കമ്മ്യൂണൽ ആയിട്ടാണ് റൂസ്റ്റ് ചെയ്യുന്നത്. കമ്മ്യൂണൽ റൂസ്റ്റിംഗ് കോപ്പറേഷൻ. ചിലപ്പോൾ ഈ തുലാത്തുമ്പികളൊക്കെ നല്ല സീസണിൽ പോയി നിന്ന് അങ്ങനെ കമ്പിന്റെ മുകളിൽ മാല കോർത്തിട്ടമാതിരി ഇങ്ങനെ കാണാം. അങ്ങനെ കമ്മ്യൂണൽ ആയിട്ടാണ് ഇവർ റൂസ്റ്റ് ചെയ്യുക. അതിനകത്ത് 2-3 സ്പീഷീസ് ഉണ്ട്. ഒരു പൊട്ടമാർത്ത കൊഞ്ചിനർ എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്, തുലാത്തുമ്പികളുണ്ട്, നമ്മുടെ എന്താ പറയാ പവിഴവാലൻ എന്ന് പറഞ്ഞൊരു തുമ്പിയുണ്ട്, തോളിമസ് തിലാഗ്ര, കോറൽ ട്രെയിൽ കൗൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവരൊക്കെ കമ്മ്യൂണൽ ആയിട്ടാണ് റൂസ്റ്റ് ചെയ്യുക. ഒരുപാട് കൂട്ടങ്ങളായിട്ട് മരത്തിന്റെ അടിയിലുള്ളതോ അല്ലെങ്കിൽ പുല്ലിന്റെ അടിയിലൊക്കെ ആയിട്ടുള്ള ഇലകളുടെ അടിയിലൊക്കെ ഇങ്ങനെ മാനമാരി തൂക്കി കിടന്നിട്ട് കമ്മ്യൂണൽ ആയിട്ട് റൂസ്റ്റ്. അതൊരു പ്രിഡേറ്ററി റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിലൊരു രസമുള്ള ബിഹേവിയർ ആണ് ഈ ഒബ്ലിക്സ് പോസ്റ്ററിംഗ് എന്ന് പറഞ്ഞ പരിപാടി. ഒബ്ലിക്സ് പോസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ തുമ്പി ഇങ്ങനെ നേരെ എന്താ പറയാ ഇങ്ങനെ ആദ്യം നമ്മൾ കാണുന്ന പടത്തിന്റെ മാതിരി ഇരുന്ന് കഴിഞ്ഞാൽ ഈ സൂര്യന്റെ ചൂട് മുകളിൽ അടിച്ചിട്ട് ശരിക്കും തുമ്പി നന്നായിട്ട് ചൂടാവും. ചൂടായി തുടങ്ങുമ്പോൾ തുമ്പി ഒരു പ്രവൃത്തി ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ അബ്ഡമൻ, വാല്, നമ്മൾ വാല് എന്ന് പറയുന്നത് അബ്ഡമൻ മെല്ലെ പൊക്കി തുടങ്ങി ഓരോ സ്റ്റേജുകളായിട്ട് ചൂട് കൂടുന്നവർ പെർപെൻഡിക്കുലർ കുത്തനെ പിടിക്കും. സൂര്യന് നേരെ ചൂണ്ടി കൊണ്ട് ഇതിന്റെ അബ്ഡോമനെ വെച്ചിരിക്കും. അങ്ങനെ വെക്കുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഇതിന്റെ മുകളിലോട്ട് സൂര്യരശ്മികൾ വീഴുന്നത് കുറയും. സർഫസ് ഏരിയ, എത്ര ഏരിയ ആണോ ചൂട് തട്ടുന്ന ആ ഏരിയ കുറയുകയും അതിനനുസരിച്ച് ശരീരത്തിന്റെ ചൂട് ഇവർക്ക് കുറയ്ക്കാനും പറ്റും. അപ്പൊ ശരിക്കും കാണുന്ന വെച്ചാൽ തുമ്പികൾ ചിലപ്പോൾ ഇതും പറ്റാതാവുമ്പോൾ നല്ല ചൂടാവുമ്പോൾ നമുക്ക് കാണും തുമ്പി റൗണ്ട് വെറുതെ ഇങ്ങനെ കറങ്ങിയിട്ട് വരും. അതൊരു ടെറിട്ടോറിയൽ അവിടെ വേറെ തുമ്പികളുണ്ടോ നോക്കാനും കൂടിയാണ്. അതും കൂടി ഒന്ന് കറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ഇരുന്നിട്ട് വാലിങ്ങനെ പൊക്കിപ്പിക്കും. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു തെർമോ റെഗുലേഷന്റെ രീതി. പിന്നെ മിക്കവാറും നമ്മൾ കാണുന്നത് പലപ്പോഴും നമ്മളുടെ പണ്ട് ഈ കാലത്തൊക്കെ നമ്മളൊരു മിസ്കൺസെപ്ഷൻ, നമ്മൾ വിചാരിക്കും ഈ പൂവിന്റെ മുകളിൽ തുമ്പി വന്നിരിക്കുന്നുണ്ട്, അപ്പൊ പൂവിന്തേൻ കുടിക്കാനാണ് തുമ്പി വന്നിരിക്കുന്നത് വിചാരിക്കും, അല്ലെങ്കിൽ ഈ കമ്പിന്റെ മുകളിൽ അറ്റത്ത് വന്നിരിക്കുന്നതാണ്. അപ്പൊ എന്തിനാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് പലപ്പോഴും ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ തുമ്പികൾ എപ്പോഴും ഇര പിടിക്കുന്നത് വെച്ചാൽ പോയി ഇരിക്കുന്നിട്ട് വേറെ സ്ഥലത്ത് വരുന്ന മറ്റു ഇൻസെക്ടിനെമാരി ഒരു പുല്ലിന്റെ മുകളിൽ പോയിരുന്ന് നടന്നു പോയിട്ട് വേറൊരു ഇൻസെക്ടിനെ പിടിച്ചിരുന്നൊന്നുമല്ല തുമ്പികൾ ചെയ്യുന്നത്.
തുമ്പികൾ എപ്പോഴും എയറിലാണ് മറ്റു ഇൻസെക്ട്സിനെ പിടിക്കുന്നത്. ഒരു ഇൻസെക്ട് പറക്കുമ്പോൾ അതിനെ നേരെ പോയിട്ട് ഇന്റർസെക്ട് ചെയ്തിട്ട് ആ പറക്കുന്ന രീതിയിൽ വഴി അതിന്റെ നടുമധ്യത്തിന് പോയി പിടിച്ചിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ഗ്രാസ്പ് ചെയ്ത് പിടിക്കുക ചെയ്യുക. അപ്പൊ ഇവർക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്കൊരു സ്ഥലത്ത് നിന്ന് എടുത്തു പോകണമെങ്കിൽ നമുക്കൊരു വാൻറ്റേജ് പോയിന്റ് വേണം അല്ലേ? ഏതെങ്കിലും ഒരു അറ്റത്ത്, ഒരു സ്ഥലത്തിന്റെ അറ്റത്ത് പോയി ഇരുന്നാൽ മാത്രമേ തുമ്പിക്ക് ഇത്രയും പെട്ടെന്ന് പറന്നു പോയിട്ട് ഒരു സാധനത്തിന് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് മിക്കവാറും. കാരണം ഒരു പൂ എപ്പോഴും നമുക്ക് എപ്പോഴും പൂക്കൾ ശ്രദ്ധിച്ചാൽ പൂക്കൾ എപ്പോഴും എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തായിരിക്കും അല്ലെ, ഒരു ചെടിയുടെ ഏറ്റവും മോൾ ഭാഗത്തായിരിക്കും. അപ്പൊ എന്താണ്, കറക്റ്റ് ആണ്. അവിടെ പോയിരുന്നാൽ തുമ്പിക്ക് ചുറ്റുവട്ടം 360 ഡിഗ്രി വിഷൻ കിട്ടും. തുമ്പിക്കാണ് തല തിരിച്ചിട്ട് 360 ഡിഗ്രി വീക്ഷിക്കാൻ പറ്റും. തുമ്പിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. തല അങ്ങോട്ട് വേണം തിരിച്ചിട്ട്, ഈ ഇത്രയും സെൽസ് ഉള്ള കണ്ണുകൾ ഏത് ഭാഗത്തോട്ട് വേണം തിരിച്ചിട്ട് ഫുൾ 360 ഡിഗ്രി വിഷൻസ് തുമ്പിക്ക് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മാറ്റത്തെ പൂവോ അല്ലെ മാറ്റത്തെ വാൻറ്റേജ് പോയിന്റിൽ ഇരുന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ഏതെങ്കിലും ഇൻസെക്ട് പറന്നു വരുന്ന അതിന് പറ്റുന്ന ഇൻസെക്ട്സ് ആണെങ്കിൽ അപ്പൊ അതിനെ പോയിട്ട് പിടിച്ച് കാലോട് പിടിച്ചു വന്ന് പിടിച്ചിരിക്കേണ്ടിയിട്ടാണ് മിക്കവാറും പൂക്കളിലോ ഇങ്ങനത്തെ കമ്പിന്റെ അറ്റങ്ങളിലൊക്കെ പോയിട്ട് തുമ്പികൾ ഇരിക്കുന്നത്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ ടെറിട്ടോറിയൽ ആണ് ഇവര്. മറ്റ് ഇൻസെക്ട്സുകളെ മാതിരിയല്ല, ഇവര് സ്ട്രിക്ട്ലി ടെറിട്ടോറിയൽ ആണ്. എന്നുവെച്ചാൽ ഒരു ഏരിയ, അപ്പൊ നമ്മളൊരു ചെറിയൊരു തടാകോ അല്ലെങ്കിൽ ഒരു സ്ട്രീമിന്റെ ഒരു സൈഡിൽ കൂടെ ഒക്കെ പോയി നോക്കുമ്പോൾ അതിന്റെ വലിയൊരു ഏരിയ തന്നെ ഇവര് വളച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ഏരിയ എന്റെ ഏരിയ ആണ്, ഇങ്ങോട്ട് വേറെ ആൺതുമ്പികൾ വരാൻ പാടില്ല, ഇതിന്റെ അകത്തുള്ള പെൺതുമ്പികളും ഈ ഏരിയയിലകത്തുള്ള ഫുഡ് എല്ലാം എന്റേതാണെന്ന് പറഞ്ഞിട്ട് ഒരു ആൺതുമ്പി വളച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അഥവാ വേറൊരു തുമ്പി വന്നിട്ടുണ്ടെങ്കിൽ ഇവര് അടികൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പേടിപ്പിച്ച് ആണ് ഇങ്ങോട്ടും പറഞ്ഞയക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവര് എന്തിനേയും കഴിക്കും. ഇവര് തുമ്പികളുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഈ ബുൾഫ്രോഗുകളെ പറ്റി പറഞ്ഞ മാതിരിയാണ്. അവരെ കൊണ്ട് പിടിച്ചു തിന്നാൻ പറ്റുന്ന എന്തിനെ കിട്ടിയാലും ഇവർ പിടിച്ചു തിന്നുകയും കഴിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വളരെ ടെറിട്ടോറിയലുമാണ്. ഇവര് വേറെ ഇപ്പൊ സ്വന്തം സ്പീഷീസിനെ പോലും, ഇപ്പൊ ഈ ഒരു തുമ്പി അതേ സ്പീഷീസിലുള്ള വേറൊരു തുമ്പി, ആൺതുമ്പിയായാലും പെൺതുമ്പിയായാലും അങ്ങനെ പോലും അവസരം കിട്ടിയാൽ പിടിച്ചു തിന്നാൻ മടിക്കാത്തവരുമാണ്. ഇപ്പൊ വളരെ ടെറിട്ടോറിയലാണ്. ഒരു കുറച്ച് ഏരിയ അവർ വളച്ചു വെച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ മാതിരി ഒരു ഇടവിട്ട് ഇവര് ആ ഏരിയയിൽ കൂടെ അങ്ങനെ കറങ്ങി നടക്കും. വേറെ തുമ്പികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ആദ്യം ഒന്ന് സൈസ് ഓഫ് ചെയ്യും, പിന്നെ അടിയാവും. അങ്ങനെ അടിച്ച് തീരുമാനിച്ചിട്ട് അപ്പൊ സ്ട്രിക്ട്ലി ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഇൻസെക്ട്സ് ആണ് തുമ്പികൾ. അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ട്. പിന്നെ ഇവര് ഇങ്ങനെ വിങ്, ഈ യൂഫിയ എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധജലത്തിൽ കാണുന്ന തുമ്പികൾ, ഇവർക്ക് ഈ വിങ് ക്ലാപ്പിംഗ് ഉള്ള പരിപാടി കാണാം. അതിങ്ങനെ ഒരു ത്രട്ടണിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ടെറിട്ടോറിയൽ ഡിസ്പ്ലേ കാണിച്ചിട്ട് വിങ് വെച്ചിട്ട് ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് തുറന്ന് കാണിക്കും. ഞാൻ ആ വലുതെന്നുള്ളതും ആ ടെയിൽ ഇങ്ങനെയൊക്കെ ബോബ് ചെയ്തിട്ടൊക്കെ കാണിക്കും. ടെറിട്ടോറിയൽ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇവർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രിഡേറ്ററി ഇൻസെക്ട്സ് ആണ്. 90% സക്സസ് റേറ്റ്. അപ്പൊ പണ്ടുകൾ നമ്മളൊക്കെ ഈ പൂവിന്റെ മുകളിലൊക്കെ തുമ്പികൾ വന്നിരിക്കുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത് പൂവിന്റെ കുടിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇവര് സ്ട്രിക്ട്ലി കാർണിവോറസ് ഇൻസെക്ട്സ് ആണ്. ഇവരുടെ ലാർവൽ സ്റ്റേജ് ആയാലും അഡൾട്ട് സ്റ്റേജ് ആയാലും സ്ട്രിക്ട്ലി കാർണിവോറസ്. അതുകൊണ്ട് തുമ്പികളെ നമ്മൾ എന്താണ് ഒരു ഫാമേഴ്സിന് ഒരു സംരക്ഷണം നൽകുന്ന ഇൻസെക്ട്സ് ആയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു കൺസർവേഷൻ വാല്യൂ കൂടി തുമ്പികൾക്കുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പൊ കൊച്ചി മാറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ രാത്രിയും അല്ല ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിൽ കുറച്ച് ഏരിയാസിലൊക്കെ മെട്രോ സിറ്റീസിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് രാത്രി നമുക്ക് ഒരു ഗുഡ് നൈറ്റോ അല്ലെങ്കിൽ ഒരു കൊതുകുവലയോ അല്ലെങ്കിൽ ജനലിൽ നെറ്റ് ഇല്ലാതെ ഒന്നും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത്ര എമൗണ്ട് ഓഫ് കൊതുകുകൾ ഇന്ന് പെരുകി പുറത്തുണ്ട്. അപ്പൊ കൊതുകുകൾ കാരണം നമുക്ക് ഒരുപാട് അസുഖങ്ങളും വരുന്നുണ്ട്. അപ്പം തുമ്പികളുടെ പണ്ട് കാലത്ത് ഈ കൊതുകുകളുടെ മുകളിലൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നത്, നമുക്ക് ആവശ്യത്തിന് കൊതുകുകളെ പിടിച്ചു തിന്നാൻ വേണ്ടി തവളകളും തുമ്പികളും ഉണ്ടായിരുന്നു. അപ്പൊ കൊതുകുകളുടെ പോപ്പുലേഷൻ ഒരു കൺട്രോൾ കൊണ്ടുവരാനുള്ള ഒരു ജീവികളായിട്ട് തുമ്പികളൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തുമ്പികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടാണ് ഈ കൺട്രോൾ ഇല്ല. അപ്പൊ ഒരു കൊതുക് 100 മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 90% മുട്ടകളും വിരിഞ്ഞ് വേറെ കൊതുകുകളായി മാറുകയാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു കൺട്രോൾ ഇല്ല. പണ്ട് എങ്ങനെയായിരുന്നു, ഈ തുമ്പികളെ ലാർവകൾ വെള്ളത്തിലുണ്ടാവും, നിംഫ് എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിലുണ്ടാവും. അവര് ഈ ലാർവകളെ, കൊതുകിന്റെ ലാർവകളെ പിടിച്ച് തിന്നു, വെള്ളത്തിനകത്ത് പിടിച്ച് തിന്നു. അഡൾട്ട് ആയിട്ട് പറന്ന് നടക്കുന്ന കൊതുകുകളെ പിടിച്ച് തിന്നുള്ള തുമ്പികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തുമ്പികൾ അങ്ങനെ ഒരുപാട് ചെറിയ ഡാംസൽ ഫ്ലൈസ് ഒക്കെ ഒരുപാട് കൊതുകുകളെ പിടിച്ച് തിന്നിട്ട് അതിന്റെ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഇത് ഒരു ഡ്രാഗൺ ഹണ്ടർ എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഫ്ലൈ, ഇതൊരു ഹമ്മിങ് ബേർഡിനെ പിടിച്ചിരിക്കുക. അത് കാനഡയിൽ നിന്ന് ഒരാൾ ചിത്രീകരിച്ച ചിത്രീകരിച്ചപ്പെടാം. അപ്പൊ ഞാൻ പറഞ്ഞ ഡ്രാഗൺ ഫ്ലൈസ് അന്ന് പിടിച്ചു തിന്നാൻ പറ്റുന്ന എന്തൊക്കെ സാധനം ഉണ്ടോ അതൊക്കെ പിടിച്ചു തിന്നു. പിന്നെ ഇവർക്ക് ഒരു കൺട്രോൾ ഇല്ല, ഇവർക്ക് എന്ത് പിടിച്ചു തിന്നണമെന്നില്ല. സ്വന്തം കാനിബലിസം ഉണ്ട്, അതായത് സ്വന്തം സ്പീഷീസിലുള്ള വേറൊരു തുമ്പിയെ പിടിച്ചു. അപ്പൊ ഇത് 2 പടങ്ങളും അങ്ങനത്തെ പടങ്ങളാണ്. ഇതൊരു യൂഫിയുടെ ഫീമെയിൽ ഫ്രൈസറി എന്ന് പറഞ്ഞാൽ, യൂഫിയ ഫ്രൈസറി എന്ന് പറഞ്ഞാൽ മലബാർ ടോറന്റ് ആർട്ടിലെ ഫീമെയിൽ വേറൊരു ഫീമെയിലിനെ പിടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതേമാതിരി നമ്മുടെ ഓർട്ടിട്രോൺ സബീന എന്ന് പറഞ്ഞ പച്ച വ്യാളി എന്ന് പറഞ്ഞ തുമ്പിയ, അത് വേറൊരു തുമ്പിനെ അതേ ഇനത്തിലുള്ള ഒരു വേറൊരു പച്ച വ്യാളീനെ പിടിച്ചത്. അപ്പൊ ഇവർക്ക് കാനിബലിസം ഉണ്ട്. കാനിബലിസം ഒരേ സ്പീഷീസ്, മനുഷ്യനെ പിടിച്ചെന്നുള്ളതാണ് നമ്മൾ കാനിബലിസം എന്ന് പറയുന്നത്. നോട്ട് മനുഷ്യൻ കുരങ്ങനെ പിടിച്ചെന്നാലൊന്നും നമ്മൾ കാനിബലിസം, അത് കാർണിവോറസ് എന്നായി പറയുള്ളൂ. കാനിബലിസം മീൻസ് മനുഷ്യനെ തിന്നെ പിടിച്ചെന്നുള്ളതാണ് കാനിബലിസം വരുന്നത്. അതേമാതിരി കാനിബലിസ്റ്റിക്കും കൂടിയാണ് തുമ്പികൾ. പിന്നെ ഇവരുടെ രസകരമായിട്ടൊരു വിഭാഗം, നിങ്ങൾ ഈ ഡ്രാഗൺ ഫ്ലൈ വാച്ചിങ്ങിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ പോകുന്ന ഒരു തുമ്പി എന്ന് പറഞ്ഞാൽ ഈ പണ്ടാല ഫ്ലാവസൻസ് എന്ന് പറഞ്ഞ തുമ്പിയാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
തുമ്പികളെ നമ്മൾ പറഞ്ഞ നമുക്ക് പറയാം, തുമ്പികൾ വെള്ളത്തിലാണ് മുട്ടയിടുന്നത് അറിയാം. മുട്ട വിരിഞ്ഞിട്ട് നിംഫ് ഉണ്ടാവും. നിംഫുകൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അഡൾട്ട് ഫ്ലൈ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, മുട്ട വിരിഞ്ഞ് നിംഫായി, നിംഫ് എന്നൊരു തുമ്പിയായിട്ട് തിരിച്ചു വരുന്ന ഈ സൈക്കിള് ഓരോ തുമ്പിക്കും ഓരോ മാതിരിയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ചോദിക്കും തുമ്പിയുടെ ആയുസ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയും നമ്മൾ 1 വർഷമാണ്, ചിലത് നമ്മൾ പറയും 10 വർഷം ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ സ്പീഷീസ്. അത് ഈ ലൈഫ് സൈക്കിളൊക്കെ ബാധിച്ചിരിക്കുന്നതാണ്. അപ്പൊ ചില തുമ്പികളുടെ പ്രത്യേകത വെച്ചാൽ മുട്ട ഇട്ടിട്ട് ആ മുട്ട വിരിയാൻ ചില തുമ്പികൾക്ക് ടൈം എടുക്കും. ഈ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് pH ഒക്കെ മാറുമ്പോഴായിരിക്കും മുട്ട വിരിയുന്നത്. അത് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് നിംഫായിട്ട്, നിംഫുകൾ പ്രോഗ്രസ് ചെയ്യുന്ന ചിലത് വളരെ സ്ലോ ആയിട്ട്. ഇപ്പൊ ചില തുമ്പികൾക്ക് 2 വർഷമൊക്കെ എടുക്കും ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു മുട്ടയിട്ട് നിംഫായിട്ട് തവ. പക്ഷെ അതിൽ ഏറ്റവും സ്പീഡായിട്ട് ലൈഫ് സൈക്കിൾ ഉള്ള ഒരു തുമ്പിയാണ് നമ്മളെ തുലാ തുമ്പി എന്ന് പറഞ്ഞ ഈ പണ്ടാല ഫ്ലാബസൻസ് എന്ന് പറഞ്ഞ തുമ്പി. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവരൊരു 40 ദിവസം കൊണ്ട് മുട്ടയിൽ നിന്ന് അഡൽട്ട് ഫ്ലൈ ആയിട്ട് മാറും. അപ്പൊ ഇവരുടെ ഈ ഒരു എവല്യൂഷണറി അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇവർ മഴയുടെ കൂടെ സഞ്ചരിക്കുന്ന ഇൻസെക്ട്സ് ആണ്. അപ്പൊ ഇവരുടെ ഒരു മൈഗ്രേഷനും മഴയുടെ കൂടെയുള്ള മൈഗ്രേഷൻ, അതായത് നമ്മളെ കാലവർഷം വരുമ്പോൾ, അതായത് ജൂൺ മാസത്തിൽ നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് മഴമേഘങ്ങൾ വന്നിട്ട് കേരളത്തിൽ നമുക്ക് മഴ പെയ്യാൻ തുടങ്ങും. ഈ മഴക്കാറിന്റെ കൂടെ, ഈ മഴയുടെ കൂടെ വരുന്ന തുമ്പികളാണ് ഈ തുലാത്തുമ്പികൾ എന്ന് പറഞ്ഞ തുമ്പികൾ. ഇവര് ആ സമയത്താണ് ജൂൺ സമയത്ത് നമുക്കിവിടെ കേരളത്തിൽ ആഫ്രിക്കയിൽ നിന്ന് ഇവർ കയറി വരും, കേരളത്തിലെത്തും, കേരളത്തിൽ നിന്ന് മുട്ടയിടും, കേരളത്തിന്റെ മുകൾ ഭാഗങ്ങളിലേക്ക് ഇവരുടെ അഡൽട്ട് ഫ്ലൈസ് പറന്നു പോകും. ഒരുപാട് ആൾക്കാർ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കും. തിരിച്ച് റിട്രീറ്റിംഗ് മൺസൂൺ, നമുക്ക് റിട്രീവിംഗ് മൺസൂൺ ഉണ്ടല്ലോ അല്ലേ, നമുക്ക് ഒക്ടോബർ നവംബർ ആകുമ്പോൾ റിട്രീവ് ആയിട്ടുള്ള തിരിച്ചു വരുന്ന നമുക്ക് കുറച്ച് മൺസൂൺ ഉണ്ട്. ആ മൺസൂൺ സമയത്ത് ഇവർ തിരിച്ചു വന്ന് വീണ്ടും കേരളക്കരയിലെത്തി ഇവിടുന്ന് നല്ലൊരു വിൻഡ് സ്പീഡ് ആകുമ്പോൾ ഇവിടുന്ന് കയറിയിട്ട് ഇവർ നേരെ തിരിച്ച് ആഫ്രിക്കയിലോട്ട് പോകും. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് ഇവര് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഡൾട്ട് തുമ്പി തന്നെ എല്ലാവർക്കും കിട്ടുക ചിലപ്പോൾ ഇത് ഈ മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവർ 4-5 ജനറേഷൻ വെച്ചിട്ടാണ് ഈ മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ഈ മഴ വരുന്ന സമയത്ത്, മഴയുടെ കൂടെയുള്ള സമയത്ത് ചിലപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലോ അതിന്റെ മുകളിലെ മാലിദ്വീപിലോ അതിന്റെ അപ്പുറത്തുള്ള ചെറിയ ദ്വീപുകളിലെല്ലാം മുട്ടയിട്ട് അവിടുന്ന് അഡൽട്ട് ഫ്ലൈകൾ ഈ വിൻഡിന്റെ വെലോസിറ്റി അനുസരിച്ച്, ഇപ്പൊ ഈ ചില പറക്കലെല്ലാം ഇവർ പറന്നല്ല വരുന്നത്, ചിലത് ഇവര് സ്ട്രാറ്റോസ്ഫിയറിലോട്ട് പറന്ന് കയറി അവിടുന്ന് ആ ഒരു വിൻഡിന്റെ കൂടെ പറന്നാണ് ഇവർ ശരിക്കും കേരളത്തിലോട്ടും ഇന്ത്യയിലോട്ടും മറ്റു ഭാഗങ്ങളിലൊക്കെ കേരളത്തിലോട്ട് എത്തുന്നത്. ഈ സീ ക്രോസിംഗ് മിക്കവാറും ഈ വിൻഡ്സിന്റെ സഹായത്തോട് കൂടിയാണ്. പിന്നെ ഇവരുടെ എപ്പോഴും ഒരു രസകരമായ കാര്യം വെച്ചാൽ ഇവരുടെ ഈ മൈഗ്രേഷന്റെ കൂടെ കോ മൈഗ്രൻസ് ഉണ്ട്, അതായത് കുറച്ച് പക്ഷികളുണ്ട് ഇവരുടെ മൈഗ്രേഷന്റെ കൂടെ സഞ്ചരിക്കുന്ന പക്ഷികളുണ്ട്. അപ്പൊ വെച്ചാൽ ഈ പക്ഷികൾ സഞ്ചരിക്കുന്ന സമയത്ത് ഇതൊരു ഫുഡാണ്, സ്നാക്ക് മാതിരിയാണ്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ തുമ്പിയെ പിടിച്ച് നിന്നിട്ട് സ്നാക്സ് മാറിയിട്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ കോ സഞ്ചരിക്കുന്ന പക്ഷികളും കൂടി ഉണ്ട്. കാരണം അവരുടെ മൈഗ്രേഷൻ എന്ത് ചെയ്ത് അവർ ഇവരുടെ മൈഗ്രേഷന്റെ കൂടെ ആക്കി വെച്ചു. കാരണം എന്താ, പോകുന്ന വഴിക്ക് ഭക്ഷണം വേണമല്ലോ, ഇടയ്ക്ക് ഓരോ തുമ്പികളെ പിടിച്ച് നിന്നിട്ട് ചില പക്ഷികൾ ഇവരുടെ മൈഗ്രേഷന്റെ കൂടെ സിംഗ്രണൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ മൈഗ്രേഷനെ കൂടി. പിന്നെ ഞാൻ പറഞ്ഞു ടൈം ആൻഡ് സീസണാലിറ്റി. തുമ്പി നിരീക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തുമ്പികളെ പറ്റി നല്ല ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നെങ്കിൽ എല്ലാ തുമ്പികളും എല്ലാ സമയത്തും ഉണ്ടാവില്ല. തുമ്പികൾക്ക് ടൈം പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിരീക്ഷണ സമയമുണ്ട് അല്ലേ, നമ്മൾ പറയുന്നത് 8:30-9 മണിയാണ് തുമ്പികൾക്ക് ആക്റ്റീവ് ആയിട്ട്. അങ്ങനെ അല്ലാത്ത തുമ്പികളുണ്ട്, ക്രപ്പസ്കുലർ സ്പീഷീസുകളുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചൊരു തുമ്പി ഉണ്ട് അല്ലെ, തോളിമസ് തില്ലാഗ്ര എന്ന് പറഞ്ഞ കോറൽ ട്രെയിൽ ക്ലൗഡ് വിങ് എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്. പിന്നെ സൈസോമ പെറ്റുലേറ്റർ എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്. ഇവരൊക്കെ എന്താ വെച്ചാൽ ക്രപ്പസ്കുലാർ ആണ്. ഇവർ രാവിലെയും വൈകുന്നേരമാണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആണ്. നമ്മളിപ്പോൾ ഒരു ക്രപ്പസ്കുലാർ സ്പീഷീസ് ടൈഗേഴ്സ് ക്രപ്പസ്കുലാർ ആണ് പറയുന്നത്. ക്രപ്പസ്കുലാർ എന്ന് പറഞ്ഞാൽ രാവിലെ ആക്റ്റീവ് അറ്റ് ഡസ്ക് ആൻഡ് ഡോൺ. അപ്പൊ അവര് ഈ തോളിമസ് തില്ലാഗ്രയുടെയും ഈ സൈസോമ പെറ്റുലേറ്റർ എന്ന് പറഞ്ഞ സ്പീഷീസിനൊക്കെ ആണെങ്കിൽ ജലാശയങ്ങളുടെ സ്ലൈഡിൽ ഒരു 5 മണി 5:30 ഒക്കെ ആകുമ്പോൾ നല്ല ഇരുട്ട് വീണ് തുടങ്ങുമ്പോൾ നമുക്കറിയാം ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ സിക്സാക്ക് ആയിട്ട് പറക്കുന്നതാണ് ഈ സ്പീഷീസുകൾ. ഈ 2 സ്പീഷീസ് തോളിമസ് തില്ലാഗ്രയും സൈസോമ പെറ്റുലേറ്റർ. അപ്പൊ അവര് ആ സമയത്തായിരിക്കും കൂടുതൽ ആക്റ്റീവ്. മറ്റ് ഡേസ് ടൈമിലൊക്കെ അവരെപ്പോഴായിരിക്കും പുല്ലിന്റെ അടിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയും ഉറങ്ങുകയൊക്കെ ആയിരിക്കും ചെയ്യുക. ബാക്കി തുമ്പികളൊക്കെ ഇപ്പൊ നമ്മൾ ഈ ബയോളജി പഠിക്കുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ബയോളജി ഞങ്ങളെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ പറയുന്നത് ബയോളജി ഇസ് എ സയൻസ് ഓഫ് എക്സെപ്ഷൻസ് എന്നാ പറയും. കാരണം വെച്ചാല് നമ്മൾ പറയും ഇന്ന ജീവികൾ ഇന്നെന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. നമ്മൾ പറയും മുട്ടയിടുന്ന ജീവികൾ, സസ്തിനികളൊന്നും മുട്ടയിടില്ല എന്ന് പറയും, പക്ഷേ മുട്ടയിടുന്ന സസ്തിനിയുണ്ട്. നമ്മൾ പറയും പാമ്പുകൾ, അല്ലാതെ റെപ്റ്റൈൽസ് എല്ലാം മുട്ടയിടുന്നതാണ് പ്രസവിക്കില്ല, പക്ഷെ പ്രസവിക്കുന്ന പാമ്പുകളുണ്ട്. അപ്പൊ ബയോളജി ഈസ് ഓൾവേസ് ഇൻട്രസ്റ്റിംഗ് സയൻസ് ഓഫ് എക്സെപ്ഷൻസ് ആണ്. തുമ്പി ലോകത്തും ഇങ്ങനത്തെ എക്സെപ്ഷൻ. നമ്മൾ പറയും തുമ്പികൾ നല്ല വെയിലുള്ള സമയത്ത് ഒരു 8:30 മുതൽ ഒരു 4 മണി വരെയാണ് തുമ്പികളുടെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ, അതല്ലാത്ത സമയത്ത് ആക്റ്റീവ് ആകുന്ന തുമ്പികളുണ്ട്. അതുമാതിരി രസകരമായി നമ്മൾ പറയുന്ന ഡാംസൽ ഫ്ലൈസിന്റെ കാര്യം, നമ്മൾ ഡാംസൽ ഫ്ലൈസ് ചിറക് കൂപ്പിയായിരിക്കുന്നതെന്ന് പറയും. പക്ഷെ അതിൽ എക്സെപ്ഷൻസ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. ലെസ്റ്റസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്, ഇൻഡോലെസ്റ്റസ് എന്ന് പറഞ്ഞ സ്പീഷീസ്. ഇവരൊക്കെ എന്താ വെച്ചാൽ ഇവർ ചിറകുകൾ തുറന്നു വയ്ക്കും. ഡാംസൽ ഫ്ലൈസ് ആണ്, പക്ഷെ ഇവർ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. തലയും ഇതൊക്കെ ഡാംസൽ ഫ്ലൈ മാരിയാണെങ്കിലും ചിറകുകൾ ഇവർ തുറന്നാണ് വെക്കുന്നത്. അപ്പോൾ അവർ സ്പ്രെഡ് വിങ്സ് എന്നാ പറയാം ഗ്രൂപ്പിനാണ്. കാരണം അവർ ഡ്രാഗൺ ഫ്ലൈസിന്റെ മാതിരി ചിറകുകൾ 4 ചിറകുകൾ ഒരേ സൈസ് ആണെങ്കിലും
അത് വിടർത്തിയാൽ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അതുകൂടി ശ്രദ്ധിക്കണം. സീസണാലിറ്റി ഉണ്ട് ചില തുമ്പികൾക്ക്. ഇപ്പൊ ഞാൻ ഈ ടൈമിന്റെ കാര്യം പറഞ്ഞ മാതിരി ചില തുമ്പികൾ സീസണലാണ്. അതായത് ഈ ലൈറോത്തമിസ് എസിഗാസ്ട്ര എന്ന് പറഞ്ഞ തുമ്പിയുടെ റിസർച്ച് ഇത് കേരളത്തിലെ വളരെ മിഡ്ലാൻഡ് പോക്കറ്റ്സുകളിൽ കാണുന്ന തുമ്പിയാണ്. ഈ തുമ്പി വെച്ചാൽ ഈ സമയത്തെ കാണുള്ളൂ. ജൂൺ ജൂലൈ ജൂൺ ജൂലൈ ആണ് ഇതിന്റെ സീസൺ ശരിക്കും. ഈ സമയത്ത് മാത്രമേ ഇവരെ പറന്ന് കിടക്കുന്നത് കാണുള്ളൂ. കാരണം എന്താ, ഇത് കഴിയുമ്പം ഈ തുമ്പികളെല്ലാം മുട്ടയിടും. പിന്നെ ഈ ജൂലൈ കഴിഞ്ഞ് അടുത്ത ജൂൺ വരെയൊക്കെയുള്ള സമയം ഇവർ മുട്ടയായിട്ടും നിംഫായിട്ടുമാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ഇവരെ പറന്ന് കിടക്കുന്നത് നമ്മൾ കാണുക. പിന്നെ അടുത്ത ജൂൺ സമയത്ത് മാത്രമാണ് ഇവർ പറന്ന് നടക്കുന്ന, ഇവർ വിരിഞ്ഞിറങ്ങി നമ്മൾ അഡൽട്ട് ഫ്ലൈസിനെ കാണുന്നത്. അപ്പൊ ആ സീസണലാണ്, ശരിക്കും സീസണാലിറ്റി ഉണ്ട് ഇതിന്. പിന്നെ നമ്മുടെ എന്താ പറയാ, തീക്കറുപ്പ് എന്ന് പറഞ്ഞ എപ്പിറ്റമിസ് മാരിയ, ഇത് ഈ സമയത്തൊന്നും ഇതിനെ കാട്ടിപ്പോയാലും നമ്മൾ കാണില്ല. ചതുപ്പുകളിലൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന തുമ്പിയാണത്. ഇതൊരു ഓഗസ്റ്റ് സമയത്താണ് പുറത്തു വരിക. പിന്നെ നമ്മൾ കുറച്ച് അങ്ങ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് തുടങ്ങി ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ഈ തുമ്പിയെ കാണും. പിന്നെ ഈ തുമ്പിയെ കാണില്ല. പിന്നെ ഇത് മഴ പെയ്യുന്നതിന് മുന്നേ ഈ തുമ്പികൾ ഏകദേശം മഴയ്ക്ക് മുമ്പേ ഈ തുമ്പികൾ ഒന്നുപോലും കാണാതായിട്ട് പിന്നെ അത് അടുത്ത ഓഗസ്റ്റ് വരെ ഓഗസ്റ്റിലെ ഇരുന്ന് പുറത്തുണ്ട്. അപ്പൊ തുമ്പികൾക്ക് സീസണാലിറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ബയോ കൺട്രോൾ ഏജൻസ് ആണ്. അപ്പൊ നമ്മുടെ എവിടെ തുമ്പികളെ നോക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ മതിലിന്റെ മുകളിൽ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാനൈറ്റ് ഗോസ് എന്ന് പറഞ്ഞ ഒരു തുമ്പിയെ കാണാം. ഗ്രാനൈറ്റ് ഗോസ് അല്ലെങ്കിൽ ബ്രാഗ്നോപൈക ജെമിനേറ്റ്. അത് നമുക്ക് റോട്ടിന്റെ മുകളിലൊക്കെ ഇരിക്കുന്നത്. കാരണം ഗ്രാനൈറ്റ് ഗോസ് എന്ന് പറയാൻ കാരണം ഈ ഗ്രാനൈറ്റിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാരണം അത് വളരെ കാമോഫ്ലേജ്ഡ് ആണ് ഈ ഗ്രാനൈറ്റ് ആയിട്ട്. ഈ റോഡുകള് മതിലുകൾ ഇതിന് മുകളിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിന് ഗ്രാനൈറ്റ് ഗോസ് എന്ന് വിളിക്കുന്നത്. മതിൽ തുമ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ മതിലുള്ള ഏരിയ, അങ്ങനത്തെ റോഡുകൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ പാറപ്പുറങ്ങളിലൊക്കെ ഇതിനെ കാണാൻ പറ്റുന്ന ഒരു സാധനം. ഇതിന്റെ ബയോ കൺട്രോൾ ഏജന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ലാർവകളെ പുറം രാജ്യങ്ങളിലെ കുറേ സ്ഥലങ്ങളിൽ ഇതിനെ ബ്രീഡ് ചെയ്ത് ഇതിന്റെ എണ്ണം കൂട്ടിയിട്ട് ലാർവകളെ ഇവര് ഈ കൊതുകും കൂത്താടികളൊക്കെ ഉള്ള വെള്ളത്തിലോട്ട് റിലീസ് ചെയ്യും. അപ്പൊ അത് അവിടുന്ന് കൊതുകിന്റെ കൂട്ടുകാടികളെ കൊന്ന് തിന്ന് നശിപ്പിക്കും. അപ്പൊ അതൊരു ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തുമ്പി കൂടിയാണ് ഇത്. ഓക്കെ. പിന്നെ ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ് തുമ്പികൾ. ബയോ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ എവിടെയൊക്കെ തുമ്പികളെ നോക്കാം, നമുക്ക് ശുദ്ധജലത്തിൽ നോക്കാം. അപ്പൊ മിക്ക തുമ്പികളും ശുദ്ധജലത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന തുമ്പികളാണ്. അപ്പൊ നല്ല ഫാസ്റ്റ് ഫ്ലോയിങ് സ്ട്രീംസോ നല്ല തടാകങ്ങളിലൊക്കെയാണ് തുമ്പികളെ കാണുന്നത്. അപ്പൊ ഇത് യൂഫിയ ഫ്രേസറി എന്ന് പറഞ്ഞത് മലബാർ ടോറൻഡാട്ട് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് നല്ല ശുദ്ധജലം ആശ്രയിച്ച് ജീവിക്കുന്ന തുമ്പിയാണ്. ഇതിനെപ്പുറത്ത് കാണുന്ന ബ്രാഡിനോപൈക കണ്ടാമിനേറ്റ. അപ്പൊ ഞാൻ പറഞ്ഞത് കണ്ടാമിനേറ്റ എന്ന് പേര് വരാൻ തന്നെ ഇതിന് കണ്ടാമിനേറ്റഡ് വെള്ളത്തിൽ കുറച്ചുകൂടി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കണ്ടാമിനേറ്റഡ് വെള്ളം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കെമിക്കൽ കണ്ടാമിനേഷൻ ആയിരിക്കില്ല. ഞാൻ പറയുന്നത് സാധാരണ ഒരു ഹ്യൂമസ് റിച്ച് ആയിട്ട് കണ്ടാമിനേറ്റഡ്. അപ്പൊ നമ്മളെ വയലുകളിലൊക്കെ സമയത്തുള്ള വെള്ളത്തിലൊക്കെ ചങ്ങാതി തുമ്പി എന്ന് അതിന് മലയാളത്തിൽ പറയുന്നത്. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കൂടെ പറക്കുന്ന ഇൻസെക്റ്റുകളൊക്കെ തപ്പി പുറകെ വരുന്നതുകൊണ്ട് ചങ്ങാതി തുമ്പി എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവര് രണ്ടുപേരും, അപ്പൊ ഇവര് കുറച്ചുകൂടി അശുദ്ധമായ ജലത്തിൽ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന തുമ്പികളാണ് ചങ്ങാതി തുമ്പി അല്ലെങ്കിൽ ബ്രാഡിനോപൈക കണ്ടാമിനേറ്റ. മറ്റത് ശുദ്ധജലത്തിലാണ്. ഓക്കെ. ഹാബിറ്റാറ്റ് പ്രിഫറൻസ് ഉണ്ട് ഓരോ തുമ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ 350 വർഷത്തെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ മൈക്രോ ഹാബിറ്റാറ്റിനും അനുയോജ്യമായിട്ടുള്ള നിറവും ശരീരപ്രകൃതിയായിട്ടാണ് ഇവർ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ തുമ്പികളെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓരോ തുമ്പികളെ നമുക്ക് കാണാം. ഇപ്പം വയലിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ വയലിൽ അതിനനുബന്ധമായി ജീവിക്കുന്ന കുറച്ച് തുമ്പികളെ കാണുള്ളൂ. കാടുകളിൽ പോയാൽ കാടിന്റെ പല ആവാസ വ്യവസ്ഥയിൽ പോയാൽ പലതരം തുമ്പികളെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇതൊക്കെ നമുക്ക് വിടാം. അപ്പൊ തുമ്പികളെ നോക്കേണ്ട ഒരു പ്രധാന സ്ഥലം വെച്ചാൽ പോണ്ട്സ്, ലേക്സ്, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പൊ അതിന്റെ അകത്ത് വെച്ചാൽ ഓരോ ഈ പോണ്ട് ലേക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹാബിറ്റാറ്റ് ആണ്. ഈ ഹാബിറ്റാറ്റിന് ചുറ്റും ഒരുപാട് മൈക്രോ ഹാബിറ്റാറ്റുകളുണ്ട്. മൈക്രോ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ സൈഡിലുള്ള ചെറിയ പുല്ലുകളുണ്ട്, അതിന് മുകളിലേക്കുള്ള കുറച്ച് ശ്രബുകളുണ്ട്, അല്ലാത്ത അതിൻ്റെ അകത്ത് തന്നെ ചതുപ്പുകൾ ഉണ്ടാവും, വെള്ളത്തിന്റെ. ഈ ഒരു പോണ്ടിന് ചുറ്റും നടന്നിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ചെറിയ പുല്ലിന്റെ മുകളിൽ കൂടെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ കാണുന്ന ഈ സ്യൂഡോഗ്രോൺ എന്ന് പറഞ്ഞ സ്പീഷീസ്, മലബാറിക്കോ അല്ലെങ്കിൽ മൈക്രോസെഫാലോ എന്ന് പറഞ്ഞ സ്പീഷീസ് ഒക്കെ ഈ പുല്ലിന്റെ മുകളിൽ കൂടെ ആയിരിക്കും കാണുന്നത്. ഈ ജലാശയത്തിന്റെ സൈഡിലുള്ള ഏരിയയിൽ കൂടെ ഫ്ലട്ടർ ചെയ്ത് നടക്കുന്നതോ അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ സ്ട്രബ്സിന്റെ മുകളിൽ കാണുന്ന എന്താ പറയാ റയോത്തമിസ്റ്റമായിട്ട് തുമ്പികൾ കാണാം. ഇതിന് മുകളിൽ കൂടെ പറന്ന് നടക്കുന്ന അനാക്സുമായിട്ട് വലിയ തുമ്പികളാണ്. അപ്പൊ ഒരു ഹാബിറ്റാറ്റിന്റെ പല ഭാഗങ്ങളിലും പലതരം തുമ്പികളാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ. പാഡി ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വയൽ തുമ്പിയെ കാണാം, ക്രോക്കോതമിസ് സെർവിലേനെ കാണാം. അത് ഇതിന്റെ മുകളിലുള്ള സൈഡിലുള്ള സ്ട്രബ്സും ഇങ്ങനത്തെ വയലിന്റെ സൈഡിലുള്ള പുല്ലിന്റെ മുകളിൽ കാണാം. ഇതിന്റെ മുകളിൽ ഫ്ലട്ടർ ചെയ്ത് പറന്ന് നടക്കുന്ന നമ്മളെ ശലഭത്തുമ്പി അല്ലെ ഓണത്തുമ്പി എന്നൊക്കെ നമ്മൾ പറയുന്ന റയോത്തമിസ് വെരിഗേറ്റ, ശലഭത്തുമ്പി. കാരണം ചിറകുകൾ കളർ, മിക്ക തുമ്പികൾക്കും ചിറകിന് കളറില്ല. പക്ഷെ ഈ ചില അപൂർവം ചില തുമ്പികൾക്ക് ചിറകുകൾക്ക് നിറവുണ്ട്. ഇപ്പം റയോത്തമിസ് വെരിഗേറ്റ മാതിരി ഇതിന് മുകളിൽ കൂടെ ഫ്ലട്ടർ ചെയ്ത് നടക്കുന്ന തുമ്പികളെ കാണാം. ഈ സൈഡിലുള്ള ചെറിയ ബുഷസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാറ്റിലസ്റ്റസുമായിട്ട് ഇതിനകത്ത് ഒരു കിരണി എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്, നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ കാണുന്ന പ്ലാറ്റിലസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെസ്റ്റസ്, ഇങ്ങനെ ചെറിയ ഡാംസൽ ഫ്ലൈസിനൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. പിന്നെ നമ്മൾ സ്ട്രീമുകൾ, അത് ഓരോ സ്ട്രീമുകളും ഓരോ തരം തുമ്പികളാണ്. സ്ലോ സ്ട്രീമുകളിൽ നമുക്ക് ഈ കാർത്തുമ്പി, മയക്കത്തുമ്പികളെ കാണാം.
നല്ല കുറച്ചൊരു ഫാസ്റ്റ് ഫ്ലോയിങ് സ്ട്രീംസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് എലിയോതമിസ് എലിയോസൈഫ് അപേക്ഷ, അതായത് സ്ട്രീം റൂബി, നീർമാണിക്യം എന്ന തുമ്പിയുണ്ട്. സ്ട്രീം ഗ്ലോറീസ് കാണാം, സ്ലോ ഫ്ലൈയിങ് ആയിട്ട് സ്ട്രീം ഗ്ലോറീസ് കാണാം. അപ്പൊ അങ്ങനത്തെ തുമ്പികളൊക്കെ സ്ട്രീംസിന്റെ ആശ്രയിച്ച് ജീവിക്കുന്ന തുമ്പികളെ കാണാം. പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ട്, അപ്പൊ നമുക്കറിയാം നമ്മൾ കാടിന്റെ അവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസിന്റെ ചെറിയ നീരറിവികളുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി ഒരു മിഡ്ലാൻഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് വേറെ രീതിയിലോട്ട് മാറും. 1000 മീറ്ററിലോട്ട് വരുമ്പോൾ വേറെ രീതിയിൽ പോകും, മിഡ്ലാൻഡിലാകുമ്പോൾ വേറെ രീതിയിൽ പോകും, അതിന്റെ താഴോട്ട് പോകുമ്പോൾ വലിയ നദികളായിട്ട് മാറും. അങ്ങനെയാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഘടന എന്ന് നോക്കിയാൽ. അപ്പൊ ആ ഓരോ സ്ഥലങ്ങളിലും ഈ ഓരോ സ്ട്രീം രീതികളിലും ഓരോ തരം തുമ്പികളെ കാണാം. കാരണം ആ ഹാബിറ്റാറ്റിന് അനുയോജ്യമായ ശരീരഘടന രൂപകൊണ്ട് കളറൊക്കെ രൂപീകരിച്ച തുമ്പികളെ കാണാം. അപ്പം ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു 1000 മീറ്ററിന് താഴെയുള്ള സ്ട്രീമുകളിലൊക്കെ നമ്മൾ ന്യൂറോബേസ് സ്റ്റീൽ തുമ്പി എന്ന് പറഞ്ഞ സ്ട്രീം ഗ്ലോറിനെ കാണുന്നത്, ബ്ലാക്ക് ടോറന്റ് ആർട്ടിനെ കാണുന്നത്. വെസ്റ്റാലിസിൽ തന്നെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. എപ്പിക്കാലിസ് ഉണ്ട്, സബ്മോണ്ടാന ഉണ്ട്, ക്ലിയർ വിങ് ഫോറസ്റ്റ് ഗ്ലോറി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ബ്ലാക്ക് ടിപ്പ്. ഇതെല്ലാം ഇങ്ങനത്തെ സ്ട്രീമുകളുടെ അതിന്റെ സൈഡിലുള്ള ചതുപ്പുകളിലൊക്കെ കാണുന്ന തുമ്പികളാണ്. പിന്നെ വാട്ടർഫോൾസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തുമ്പികളുണ്ട്, അതായത് സൈസോമ പറ്റില്ല. അപ്പൊ ഈ വാട്ടർഫോൾസിന്റെ സൈഡിൽ കൂടുതൽ ഏരിയയിൽ പറന്ന് കിടക്കുന്ന തുമ്പികൾ. ഇപ്പൊ വാട്ടർഫോൾസ് അതിന്റെ ചുറ്റുവട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേക തരം തുമ്പികളെ അതിന് മാത്രം. ചില തുമ്പികൾ എല്ലാ മൈക്രോ ഹാബിറ്റാറ്റിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള കുറെ സ്പീഷീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ട്രൈത്തമിസ് അറോറ എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്. അങ്ങനെ കുറച്ച് സ്പീഷീസ്, അത് എല്ലാ ഹാബിറ്റാറ്റിലും ഒരുവിധ ഹാബിറ്റാറ്റിലൊക്കെ കാണുന്ന തുമ്പികളാണ്. പക്ഷെ ചില തുമ്പികളെ നമുക്ക് കാണണമെങ്കിൽ അത് പ്രത്യേകമായിട്ട് കാണുന്ന നല്ല ഫാസ്റ്റ് ഫ്ലോയിങ്ങും കുത്തിച്ചാടുന്ന സ്ട്രീമുകളിലൊക്കെയാണ് ഈ പറഞ്ഞ നീരോട്ടക്കാരൻ എന്നല്ല സൈഗോണിസ് ഐറിസ് എന്ന് പറഞ്ഞ സ്പീഷീസൊക്കെ കാണും. പിന്നെ നമ്മളെ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ്, അതായത് കാടിനകത്തുള്ള ചെറിയ അരുവികൾ, ചെറിയ നീർച്ചാലുകൾ, അല്ലെങ്കിൽ നനവുള്ള മതിലുകളുടെ സൈഡിലൊക്കെയാണ് നിഴൽത്തുമ്പികളെ കാണുന്നത്. ഇത് രണ്ടും നിഴൽത്തുമ്പികളുടെ സ്പീഷീസ് ആണ്. ഇപ്പം പ്രോട്ടോസ്റ്റിക്ട എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് തുമ്പികളെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇൻഡോസ്റ്റിക്ട ഡെക്കാനൻസിസ്, കുങ്കുമ നിഴൽത്തുമ്പി എന്ന് പറഞ്ഞ സ്പീഷീസ്. ഇത് രണ്ടുമൊക്കെ എന്താണ്, ഇങ്ങനെ കാടിന്റെ അകത്ത് എല്ലാ തുമ്പികളും വെളിച്ചം പ്രിഫർ ചെയ്യുന്നതല്ല, ഇവർ കുറച്ച് വെളിച്ചം മറന്നു നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇവർ നിഴൽ തുമ്പികൾ എന്ന് വിളിക്കാൻ കാരണം അതുകൊണ്ടാണ്. അപ്പൊ കുറച്ച് വെളിച്ചം കുറവുള്ള വലിയ നീർച്ചാലുകളുടെ ഒക്കെ സൈഡിൽ കാണുന്നതാണ് പ്രോട്ടോസ്റ്റിക്ട എന്ന് പറഞ്ഞ സ്പീഷീസ്. പിന്നെ മുട്ടയുടെ പ്രിഫറൻസ് കാണിക്കുന്നത് നമ്മളെ മഞ്ഞ വരയൻ വർണ്ണത്തുമ്പി എന്ന് പറഞ്ഞാൽ ട്രൈക്കളർ ബ്ലഡ് ടൈൽ എന്ന് പറഞ്ഞാൽ ലൈറോത്തമിസ് ട്രൈക്കളർ. ഇവരെന്താ വെച്ചാൽ ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവർ ഫൈറ്റോടെഗ്മേറ്റാന്നാണ് ഒരു ബിഹേവിയർ കാണിക്കുന്നത്. അതായത് ഈ മരത്തിന്റെ അകത്തുള്ള മരക്കൊത്തുകളിൽ വെള്ളം നിറഞ്ഞ ആ വെള്ളത്തിൽ മുട്ടയിടുന്ന ജാതി തുമ്പികളാണ് ഈ ലൈറോത്തമിസ്. അപ്പൊ അങ്ങനത്തെ ഒരു ഹാബിറ്റാറ്റിനും ചുറ്റും ഈ ജാതി തുമ്പികളെ കാണാം. ഇവർ നല്ല മഴക്കാടുകളിൽ കാണുന്ന തുമ്പികളാണ്. പിന്നെ വലിയ റിവേഴ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പൊ നല്ല വലിയ റിവേഴ്സ് ആണ് താഴോട്ട് നമ്മളെ നാട്ടുപുറങ്ങളിലൊക്കെ വലിയ റിവേഴ്സിനെ മുകളിൽ കൂടെ പറന്നു നടക്കുന്ന തുമ്പിയാണ് നമ്മുടെ നാട്ടു നീർക്കാവലൻ എന്ന് പറഞ്ഞ സാധനം. എപ്പോത്താൽമിയ വിക്റ്റാറ്റ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഈ സ്പീഡായിട്ട് ഇതിന്റെ മുകളിൽ കൂടെ പറന്നു നടക്കുന്ന കാണാം. ഈ സൈഡിലുള്ള ബുഷസ്, ഈ റിവർ ട്രാൻസ്ഫേഴ്സ് ചെയ്ത് പറക്കുന്ന യൂറോത്തമിസ് സിഗ്നേറ്റ എന്ന് പറഞ്ഞ തുമ്പികളെ കാണാം. അങ്ങനെ സാധനങ്ങൾ ഈ റിവേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർവോയറുകളുടെ മുകളിൽ കൂടെ പറക്കുന്ന തുമ്പികളാണ് അനാക്സ് എന്ന് പറഞ്ഞ സാധനം. ഇത് അല്ലാതെ കാടുകളിൽ, മണക്കാടുകളിൽ ചില ജലാശയങ്ങളുടെ മുകളിലൊക്കെ കാണുന്ന തുമ്പിയാണ് അനാക്സ് എന്ന് പറഞ്ഞാൽ. ഈ സൈഡിൽ കാറ്റാടി തുമ്പി എന്ന് പറഞ്ഞ സാധനം, ഈ സൈഡിൽ നല്ല ശക്തമായ കാറ്റടിക്കുന്ന സാധനങ്ങളിലൊക്കെ ലോങ് ലെഗ്ഡ് മാർഷ് ഗ്ലൈഡർ എന്നാണ് കാറ്റാടി തുമ്പി എന്ന് പറഞ്ഞ സ്പീഷീസ് കാണാം. പിന്നെ കോസ്റ്റൽ ലഗൂൺ, സാധാരണ തുമ്പികൾ നമുക്കറിയാം ശുദ്ധജലം പ്രിഫർ ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും കുറച്ച് ഉപ്പ് കലർന്ന ജലാശയങ്ങളിൽ പ്രിഫർ ചെയ്യുന്ന തുമ്പികളാണ് മാക്രോഡിപ്ലാക്സ് കോറ, കരിയില തുമ്പി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ. ഇത് ഈ പൊഴികളിലൊക്കെ, അപ്പൊ നമ്മളെ കണ്ണൂരാണ് കാട്ടാമ്പള്ളി ഭാഗത്തൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ തുമ്പികളെ കണ്ടിട്ടുണ്ട് ഞാൻ. കാട്ടാമ്പള്ളി നമ്മളൊരു പോസ്റ്റ് ഫ്ലഡ് അസസ്മെന്റിന് വേണ്ടി പോയ സമയത്ത് ഈ രണ്ട് തുമ്പികളെ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു ഏരിയയാണ് കാട്ടാമ്പള്ളി ഭാഗത്ത്. അവിടെ കുറച്ച് ഈ ഉപ്പ് കലർന്ന ജലാശയങ്ങൾ ഉള്ളത് കാരണം തന്നെ ആ ഭാഗങ്ങളിൽ ഈ തുമ്പികളെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഒന്ന് നമ്മൾ ഇങ്ങനത്തെ തുമ്പികളെ പറ്റി ഇവരെ എങ്ങനെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവരെ പറ്റി നമുക്ക് നല്ല അവബോധമാണ്. ഇവരെന്താണ്, ഇവരെ കൊണ്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, ഇവരെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം എന്നുള്ളൊരു അവബോധം, ഇവര് പ്രകൃതിയിലോട്ട് എന്ത് തരുന്നത്. ഇപ്പൊ എല്ലാ ജീവികളും നമുക്കറിയാം, ഫുഡ് ചെയിനും ഫുഡ് വെബിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവികളാണ്. പിന്നെ ഇവരെ നമ്മൾ പിടിച്ചു നിർത്തുന്നത് എന്താണ്, ഇവരെയൊക്കെ സംരക്ഷിക്കണം. ഇവരെ പറ്റി നല്ല ധാരണ വേണം ഇവർക്ക്. നമ്മൾ എന്താണ് ഇവരുടെ ഓരോരുടെയും മൈക്രോ ഹാബിറ്റേറ്റ് പ്രശ്നം, എവിടെ ഇവരെ കാണുന്നു, ഏത് സമയത്ത് കാണുന്നു, ഇവരുടെ എണ്ണം എത്രമാത്രം ഉണ്ട്, ഇവരെ പോപ്പുലേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമുള്ള എണ്ണം ഇവരുണ്ടോ, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, നിങ്ങൾ കൊച്ചുകുട്ടികളടക്കമുള്ള എല്ലാവരുടെയും പഠന സഹായമാണ്. ഒരുപാട് ആൾക്കാർ ചേർന്ന് പഠിച്ചാലേ ഇത്രയും വലിയൊരു ഡേറ്റ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഡേറ്റ വെച്ച് മാത്രമേ നമുക്ക് ഇവരെ എങ്ങനെ സംരക്ഷിക്കാം, എന്തൊക്കെ ചെയ്താൽ അവരെ നിലനിന്ന് പോകും എന്നുള്ള ഒരു കണ്ടെത്തൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഡേറ്റ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ ആക്ഷൻ പ്ലാൻസ് എല്ലാം. അപ്പം അത് നമ്മൾ ഇതിനെ പറ്റി താല്പര്യം വേണം പഠിക്കാൻ. ഒരുപാട് ആൾക്കാരിൽ നമുക്ക് താല്പര്യം ജനിപ്പിക്കാൻ ശ്രമിക്കണം തുമ്പികളെ പറ്റിയിട്ട്. അതിനെപ്പറ്റി ആൾക്കാരെ എങ്ങനെ പഠിക്കാന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം. അതൊരു സയന്റിഫിക് ആയിട്ടുള്ള രീതി ആയിരിക്കണം. ആ രീതിയിൽ പഠിച്ചെടുത്ത ഒരു ഡേറ്റ വെച്ച് മാത്രമേ ഇവരെ നമുക്ക്
സംരക്ഷിക്കാൻ പറ്റില്ല. അല്ല ഒരു ഏരിയ ചുറ്റി വളർത്തിയിട്ടിട്ട് ഇതിന്റെ അകത്തോട്ട് ആരെയും കേട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും സംരക്ഷണം പറ്റില്ല. സംരക്ഷിക്കണമെങ്കിൽ അതിനെപ്പറ്റി നല്ല വ്യക്തമായ ഡേറ്റ വേണം. അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തുമ്പികൾ കുറയാൻ കാരണം വെച്ചാൽ ഒന്ന് നമ്മളെ വയലുകളൊക്കെ പലയിടത്തും നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വയലുകൾ നികന്നു പോകുന്നുണ്ട്. നമുക്ക് ഒരുപാട് പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും എല്ലാ എയർ പൊല്യൂഷൻ എല്ലാമായിട്ട് നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് തുമ്പികളെ ആയിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. നമ്മൾ പല രീതിയിലുള്ള കൺസർവേഷൻ മെഷേഴ്സിനായിട്ടുള്ള ആ രീതിയിൽ വരെ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ ഒഴുകി വരുന്ന നീർത്തടാകങ്ങൾ തടഞ്ഞു വെച്ചിട്ട് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കുക. ഇതൊക്കെ ഇവരെ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ഓരോ മൈക്രോ ഹാബിറ്റാറ്റും പ്രിഫറൻസ് ഓരോ തുമ്പികൾ. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഓൾട്ടറേഷൻ പ്രകൃതിയിൽ വെക്കുമ്പോൾ ഒരു സ്പീഷീസിനെ സപ്പോർട്ടിങ്ങും മറ്റേ സ്പീഷീസിനെ നമ്മൾ തഴഞ്ഞു കളയുന്ന രീതിയായി പോകും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഡിഗ്രഡേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് രീതിയിൽ നടക്കുന്നു. പിന്നെ ഇന്ന് റീസെന്റ് ആയിട്ട് നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇൻവേസീവ് സ്പീഷീസിന് എഫക്ട് ഒരുപാട് ബാധിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഈ തുമ്പികളൊക്കെ നിലനിന്ന് പോകുള്ളൂ. അവരൊക്കെ നമുക്ക് മുന്നോട്ട് ഇനി അടുത്ത തലമുറയ്ക്കൊക്കെ കാണാനുള്ള ഒരു അവസരം അവരെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ. നമ്മുടെ SOS തന്നെ ഒരുപാട് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. ചില ബുക്കുകൾ മുമ്പേ ഉണ്ട്. കേരളത്തിലെ തുമ്പികൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കിരണം ഡേവിഡ് ഇറക്കിയ ബുക്കുകളുണ്ട്. ഓൺലൈൻ PDF-ലുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ഞങ്ങൾ SOSന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബുക്കുകൾ ഫ്രീലി അവൈലബിൾ. ഏകദേശം 170 തുമ്പികളോളം നമ്മളതിന്റെ ഡീറ്റെയിൽസ് ആ ബുക്കിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഞങ്ങളുടെ തന്നെ ബ്രൗഷേഴ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലാത്ത വിക്കിപീഡിയയിലൊക്കെ തന്നെ നമുക്ക് കണ്ടമാനം ഡീറ്റെയിൽസ് കിട്ടും തുമ്പികളെ പറ്റിയിട്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് ടൈം ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ സർ, താങ്ക് യു. സാറ് സമയമൊന്നും അധികം എടുത്തിട്ടില്ല. വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കമന്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സാർ, ഞാൻ ഒന്ന് വായിക്കാം. ബ്ലാക്ക് ടിപ്ഡ് ഫോറസ്റ്റ് ഗ്ലോറി റയർ ആണോ ചോദിച്ചിട്ടുണ്ട് സജിത. അല്ല, ബ്ലാക്ക് ടിപ്പ് ഫോറസ്റ്റ് ഗ്ലോറി റെയർ ആയിട്ടുള്ള സ്പീഷീസ് ഒന്നുമല്ല. ഇപ്പൊ ഈ നമ്മൾ ഈ റെയറിറ്റി എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാരണം റെയറിറ്റി നോക്കുന്ന വെച്ചാൽ നമുക്ക് ചില മൈക്രോ ഹാബിറ്റാറ്റിൽ, ഇപ്പൊ ഏത് തുമ്പിയെ നമുക്ക് കണ്ടെത്തണമെങ്കിലും ആ പ്രത്യേക മൈക്രോ ഹാബിറ്റാറ്റിൽ അത് സുലഭമായിരിക്കും. ആ മൈക്രോ ഹാബിറ്റാറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ചില മൈക്രോ ഹാബിറ്റാറ്റുകൾ വളരെ ചെറുതാണ്. ആ ചെറുത് സ്ഥലങ്ങളിൽ കുറച്ച് വളരെ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അങ്ങനെയാണ് റെയറിറ്റി വരുന്നത്. ബ്ലാക്ക് ടിപ്പ് ഫോറസ്റ്റ് ഗ്ലോറി ഒരുപാട് കുറച്ചുകൂടിയൊക്കെ ഒരു വൈഡർ അഡാപ്റ്റബിലിറ്റി ഉള്ള സ്പീഷീസ് ആണ്. ചതുപ്പുകളിലും കാടുകളുടെ സൈഡിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു സ്പീഷീസ് ആണ് ബ്ലാക്ക് ടിപ്പ് ഫോറസ്റ്റ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ. റെയർ ആണ്. മുഹമ്മദ് അമീൻ നമ്മുടെ തുമ്പി ചലഞ്ചിലെ കുട്ടിയാണ്. തുമ്പികൾ മഴയത്ത് പറക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ട്. അത് ചിലപ്പം ഈ തുലാത്തുമ്പി എന്ന് പറഞ്ഞ സ്പീഷീസ് അത് ചിലപ്പോൾ ഇങ്ങനെ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത് കണ്ടു. പൊതുവെ മഴ പെയ്യുമ്പോൾ നമ്മൾ തുമ്പികളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സീസൺ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ളപ്പോഴാണ് തുമ്പികളുടെ ആക്ടിവിറ്റി കൂടുതലായിട്ട് ഉണ്ടാവുക. ബട്ട് ഈ തുലാത്തമ്പി ഭാരത്തെ കുറച്ച് തുമ്പികൾ ഈ മഴയത്താകുമ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ അവര് കമ്മ്യൂണലായിട്ട് പറക്കുന്ന തുമ്പികളാണ്. ഒരുപാട് കോഗ്രേഷൻസ് ആയിട്ട് വലിയ ഗ്രൂപ്പുകളായിട്ടൊക്കെ പറക്കുന്നത്. അപ്പൊ അവരിൽ കുറച്ച് പേര് ഈ മഴയത്ത് പറക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് പല സമയത്ത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റി ഒരു വലിയ പഠനവും ധാരണയൊന്നുമില്ല. പക്ഷെ ഒരുപക്ഷെ എന്തെങ്കിലും ഇൻസെക്ട്സ് പൊന്തി വരുന്ന സമയമൊക്കെ ആണെങ്കിൽ ഇവർ അങ്ങനത്തെ ഹണ്ടിങ് ചെയ്യുന്നുണ്ട്, കാട്ടത്ത് പറന്നിട്ട് പിടിക്കുന്ന രീതികളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുവെ ഇതല്ല ചെയ്യുന്നത്. തുമ്പികളുടെ മലയാളം പേര് കിട്ടണമെങ്കിൽ എന്ത് നോക്കണം? അവർ കുറെ മലയാളം പേരുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് സാറിന് റെഫറൻസ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? നമ്മൾ പറഞ്ഞ ഒരു ഇ ബുക്ക് ഉണ്ട്, കേരളത്തിന്റെ തുമ്പികളെ കുറിച്ചുള്ള ഇ ബുക്ക്. SOSന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇ ബുക്ക് കാണാം. ഒരു ഇ ബുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സൊസൈറ്റി ഫോർ ഓർഡിനേറ്റ് സ്റ്റഡീസ് അടിച്ചിട്ട് അതിന്റെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇ ബുക്ക് കിട്ടും. ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ആണ്. അപ്പൊ അതിനകത്ത് ആൺതുമ്പി പെൺതുമ്പി ഒക്കെ വ്യത്യസ്തപ്പെടുത്തി എങ്ങനെ മനസ്സിലാക്കാം, അതിന്റെ എല്ലാത്തിന്റെ മലയാളം പേരുകളും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എളുപ്പം മലയാളം പേര് മാത്രം കിട്ടാനാണെങ്കിൽ വിക്കി മലയാളത്തിൽ പോയിട്ട് ആ പേജും ഞങ്ങളുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, ജീവൻ ജോസ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന പേജുകളാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ തുമ്പികളുടെ മലയാളം പേരെല്ലാം തന്നെ കിട്ടും. എക്സൂവിയെ വെച്ചിട്ട് ഡ്രാഗൺ ഫ്ലൈനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എക്സൂവിയെ വെച്ച് ഡ്രാഗൺ ഫ്ലൈനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം വളരെ പ്രൈമറി സ്റ്റേജിലാണ് അത്ര സ്റ്റഡികളെല്ലാം. എന്താ പറയാ, അത് കുറച്ചുകൂടിയൊക്കെ ഒരു പഠനം പ്രോഗ്രസ് ചെയ്താലേ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതുവരെ എക്സ്യൂആയിട്ട് കുറച്ച് സ്പീഷീസുകൾ എക്സ്യൂആ കണ്ടാലേ ഇതെന്നാണ് മനസ്സിലാവുള്ളൂ. കുറച്ച് നമുക്ക് ഒരു ജീനസ് ലെവൽ, ഇത് ഇന്ന് ക്ലപ്റ്റൈൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ ആയിരിക്കും, ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. പക്ഷെ അതൊരു സ്പീഷീസ് ലെവലിലോട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിലോട്ട്
എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പേർട്ട് ഇല്ലാന്നാണ് ഞാൻ കരുതുന്നത്. എക്സ് വെച്ചിട്ട് കറക്റ്റ് സ്പീഷീസ് പറയാൻ പറ്റും. കുറച്ച് ആൾക്കാർ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അവർക്ക് ഒരു ജീനസ് ലെവലിലൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇനിയും കൂടുതൽ അങ്ങനത്തെ പഠനങ്ങൾ ആവശ്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലോങ് ബാൻഡഡ് ബ്ലൂ ടെയിൽ റെയർ ആണോ? ലോങ് ബാൻഡഡ് ബ്ലൂ ടെയിൽ അത് മനസ്സിലായില്ല. അങ്ങനെ സ്പീഷീസ് കോമൺ നെയിം പറയുമ്പോൾ പാടാണ്. ലോങ് ബാൻഡഡ് അത് ഇതാ ലോങ് ബാൻഡഡ് ബ്ലൂ ടെയിൽ അറിയില്ല. എനിക്ക് ആ തുമ്പിയുടെ പേര് മനസ്സിലായില്ല. അങ്ങനെ ഡ്രാഗൺ ഫ്ലൈ ഉണ്ടോ ലോങ് ബാൻഡ്? മറ്റേതാണ് ആർച്ചിബാസിലസ് ഓസിലസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആർച്ചിബാസിലസ് അത് കുറച്ച് റെയർ ആയിട്ടുള്ള തുമ്പിയാണ്. ചില മൈക്രോ ഹാബിറ്റാറ്റ്സ് അത് കാണില്ല, റെയർ അല്ല. ട്രംപറ്റെയിൽ റെയർ അല്ല. ട്രംപറ്റെയിൽ വയലുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന തുമ്പികളാണ് ട്രംപറ്റെയിൽസ്. ട്രംപറ്റെയിൽ റെയർ ആയിട്ടുള്ള സ്പീഷീസ് അല്ല. ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഡ്രാഗൺ ഫ്ലൈ ഇൻ ദി വേൾഡ്. അയ്യോ, അതിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. രണ്ട് സാധനങ്ങളുണ്ട്, ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഒക്കെ. ഞാൻ മറന്നുപോയി. നോക്കിയാൽ മതി ഇത് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഒക്കെ. നമ്മൾ നോക്കിയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അങ്ങനെ ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ ഉണ്ട് എവിടെയോ, പക്ഷേ ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. ഓക്കെ. തുമ്പികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. തുമ്പികളെ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഇൻസെക്ട്സ് ആണ്. നമ്മൾ പിടിച്ച് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഇപ്പൊ ചെറുകുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയേണ്ട ചെറുകുകളെല്ലാം വളരെ എന്താ പറയുക, ഒരു പ്രത്യേക കൈറ്റിൻ ആയിട്ട് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി. അപ്പൊ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അത് റഫായിട്ട് പിന്നെ അതിന് പറക്കുമ്പോൾ അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. തുമ്പികളെ വാലിൽ പിടിക്കാൻ പാടില്ല, കാരണം അത് അതിന്റെ ജെനിറ്റൈൽസ് ആണ്, അതിന്റെ വയറാണ്. അപ്പൊ വാലിൽ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരും. ചെറുകുകൾ പിടിച്ചാൽ വരും. അപ്പൊ നമ്മള് ഒരു തുമ്പീനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി, ഒരു പുതിയ സ്പീഷീസ് ആണ്, ഇതിനെ പിടിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് ആയി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ നമുക്ക് ശാസ്ത്രത്തിന് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ തുമ്പികളെ പിടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കഴിയുന്നതും അവരെ ഹാൻഡിൽ ചെയ്യാവുന്ന നോക്കുക വേണ്ടത്. പിടിക്കാനേ പാടില്ല. പിടിച്ചു കഴിഞ്ഞാൽ അവര് വളരെ ഗുരുതരമായി പരിക്കേൽക്കുന്ന വളരെ ഫ്രജൈലായിട്ടാണ് സാധനം. സർ, മറ്റൊരു ക്വസ്റ്റ്യൻ, എന്റെ നാട്ടിൽ തുമ്പിയെ ഒന്നും കാണുന്നില്ല, തോട് നികത്തിയത് കൊണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു. അതെ അതെ, ഇങ്ങനത്തെ മൈക്രോ ഹാബിറ്റാറ്റ് മോഡിഫിക്കേഷൻസ് ആണ് എപ്പോഴും സ്പീഷീസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം തോട് നികത്തി കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ മുട്ടയിടുന്ന, ആ ജലാശയങ്ങളിൽ മുട്ടയിടുന്ന തുമ്പികൾ ഉണ്ടാവും. അതിന്റെ കരയിലൊക്കെ ഈ മൈക്രോ ഹാബിറ്റാറ്റ്സിൽ ജീവിക്കുന്ന തുമ്പികളൊക്കെ ഉണ്ടാവും. അവരെ പിടിക്കുന്നൊക്കെ ആ മൈക്രോ ഹാബിറ്റാറ്റ്സിൽ നിന്നായിരിക്കും. അപ്പൊ അവരൊക്കെ നികത്തി കഴിയുമ്പോൾ ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. തുമ്പികളുടെ ലാർവയെ എങ്ങനെ തിരിച്ചറിയാം? അതാ ഞാൻ പറഞ്ഞു വന്നത്. ലാർവകളെ തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലായിട്ടില്ല. ഞാൻ പറഞ്ഞ വളരെ ലിമിറ്റഡ് സ്റ്റഡീസ് അതിൽ വരുന്നുള്ളൂ. ഇപ്പൊ ആൾക്കാർ ഒരുപാട് പഠിക്കുന്നുണ്ട്. പഠിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് വരും കാലങ്ങളിൽ കുറച്ച് കാലം കഴിയുന്നു ലാർവകളെ വെച്ചിട്ട് തുമ്പികളെ തിരിച്ചറിയാൻ പറ്റുന്നത്. പാടാണ്. ലാർവകളെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. നമുക്ക് എപ്പോഴും ഒരു വ്യക്തമായ ധാരണയില്ല. എന്നാൽ ലാർവയെ കണ്ടാൽ ഇന്ന സ്പീഷീസ് ആയിരിക്കും തിരിച്ചറിയാനുള്ള ഒരു ധാരണ ആയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്ക് അത്രയും ധാരണയായിട്ടില്ല. തുമ്പികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. ഇല്ല, തുമ്പികള് ഫ്ലവർ ബേസ്ഡ് ആയിട്ടല്ല ഉള്ളത്. അങ്ങനെ ഫ്ലവേഴ്സിൽ വന്നിരിക്കുന്നത് തന്നെ എവിടെയെങ്കിലും, ഞാൻ പറഞ്ഞ ഒരു പേർച്ച് മാതിരിയാണ്. എവിടെയെങ്കിലും വേറെ ഒരു ഇരയെ പിടിക്കാൻ വേണ്ടി എളുപ്പം വന്നിരിക്കുന്ന ഒരു പേർച്ച് മാതിരിയാണ് കാണുന്നത്. അതല്ലാതെ തുമ്പി ഫ്ലവർ ആയിട്ട് ഒരു എഫിനിറ്റി ഇല്ല തുമ്പികൾ. കാരണം പൂന്തേൻ നുകരുന്നതല്ല തുമ്പികൾ, കറങ്ങി പുറത്താണ്. മിരിസ്റ്റിക്ക സഫയർ എൻഡമിക് ആണോ ചോദിച്ചിട്ടുണ്ട്. മെർസിക്ക സഫയർ എൻഡമിക് ടു കേരളയല്ല, എൻഡമിക് ടു വെസ്റ്റേൺ ഗാർഡ്സ് എൻഡമിക് അല്ല എന്ന് തോന്നുന്നു. മെർസിക്ക സഫയർ രണ്ടുമല്ല. ഈ മെർസിക്ക ചതുപ്പുകൾ ഉള്ളിടത്തെല്ലാം കാണുന്ന ഒരു തുമ്പിയാണ്. ഒരു സ്പീഷീസ് റെയർ ആണോ ചോദിച്ചിട്ട് ലിറിയോത്തമിസ് എന്നാണ് തോന്നുന്നു. ലെറിയോത്തമിസ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഷീസ് ആണ്. ലെറിയോത്തമിസ് എസിഗാസ്റ്റർ റെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീസണാലിറ്റി ഉള്ള തുമ്പിയാണ്. ആ സീസണിൽ പോയി കഴിഞ്ഞാൽ പ്ലൻലി എബഡഡ് ആണ്. ഇപ്പൊ നമ്മൾ മിഡ് ആൾട്ടിറ്റ്യൂഡ് ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രമേ ഈ തുമ്പിയെ പറന്ന് നടക്കുന്നത് കാണുള്ളൂ. ആ സമയത്ത് ഈ തുമ്പി വളരെയധികം തന്നെ കാണും. ആ ഒരു ഏരിയയിൽ നിറച്ചും ഈ തുമ്പികളായിരിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ റെയർ അല്ല, പക്ഷെ സീസണലാണ്. സീസണൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന കുറവ്, അങ്ങനെ റയറിറ്റി വരുന്നല്ലോ. ഓക്കെ, ഡൗട്ട്സ് ഏറെക്കുറെ തീർന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് കറക്റ്റ് ടൈമാണ്, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
നമ്മുടെ ഈ ചലഞ്ചിൽ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള കുട്ടികളുണ്ട്. 5 വയസ്സ് തൊട്ടുള്ള 15-16 വയസ്സ് വരെയുള്ള കുട്ടികൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. 47ഓളം പേരുണ്ട്. അതെ, വളരെ സന്തോഷം. ഞങ്ങൾ ക്ലാസ്സസ് നടത്തിയെന്ന് വെച്ചാൽ ഒന്ന് ജനറൽ ആയിട്ട് iNaturalsൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ VC മാഷ് ഒരു ജനറൽ ആയിട്ടുള്ള ഡ്രാഗൺ ഫ്ലൈന്റെ ഒരു ഇൻട്രോഡക്ടറി ക്ലാസ്, ഇങ്ങനെയാണ് 2 ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഞാൻ അത് ചോദിക്കാൻ വിട്ടു, എന്തൊക്കെയായിരുന്നു പറഞ്ഞതെന്നുള്ളത് ചോദിക്കാൻ വിട്ടു വ്യക്തമായിട്ട്. ഇല്ല, റിപ്പീറ്റേഷൻ ഒന്നും വന്നിട്ടില്ല കാര്യമായിട്ട്. പിന്നെ സാർ 2 ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. വെസ്റ്റേൺ ഗാർഡ്സിൽ എത്ര എൻഡമിക് സ്പീഷീസ് ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. വെസ്റ്റേൺ ഗാർഡ്സ് ഇപ്പം എൻഡമിക് അനീപ് ഉണ്ടല്ലോ, അനീപ്പെ പറയാവോ വെസ്റ്റേൺ ഗാർഡ്സ് എത്ര എൻഡമിക് ഉണ്ടെന്ന്? ഹനീഫ് സാർ ഇടക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ലെഫ്റ്റ് ആയി തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, നോക്കണം വെസ്റ്റേൺ ഗാർഡ്സ് എത്ര എൻഡമിക് ഉണ്ടെന്നുള്ളതല്ല. ചില ജീനസുകളൊക്കെ എൻഡമിക് കൂടുതലാണ്. ഫോട്ടോസ്റ്റിക്ക എന്ന് പറഞ്ഞ ജീനസ് നമ്മുടെ അതിൻ്റെ അകത്ത് വരുന്നത്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ റെയർ ആണ്. ഞാനത് മറന്നുപോയി എത്ര എൻഡമിക്സ് ഉണ്ടെന്നുള്ളത്. റെയർ ചെയ്തിട്ടുണ്ട്. ഡ്രാഗൺ ഫ്ലൈസിനെ റെയർ ചെയ്യാം. ലാർവ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അതേ മൈക്രോ ഹാബിറ്റാറ്റ് കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലാർവയെല്ലാം റെയർ ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഇവർ പഠിക്കുന്നതും. അങ്ങനെ തന്നെ. അതായത് നമ്മൾ ഡ്രാഗൺ ഫ്ലൈസിനെ ഡാൻസിൽ ഫ്ലൈസിനെ എടുത്തിട്ട് അത് അതിൻ്റെ ലാർവ കളക്ട് ചെയ്യും, ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത് അതേമാതിരി തന്നെ മൈക്രോ ഹാബിറ്റാറ്റ് കണ്ടീഷനിൽ ഇട്ടിട്ട് അതിനെ റെയർ ചെയ്തെടുത്തിട്ട് അത് വിരുതി വരുമ്പോൾ ഏത് തുമ്പിയാണോ അതിനനുസരിച്ചാണ് അതിൻ്റെ എക്സ്വേ പഠിക്കുന്നത്. ബാംബു ടെയിൽസ് റെയർ ആണ്, എൻഡമിക് ആണ്. മലബാർ ബാംബു ടെയിൽ എന്ന് പറഞ്ഞ സ്പീഷീസ് ഒക്കെ എൻഡമിക് ആണ്. ബാംബു ടെയിൽസ് എല്ലാം തന്നെ എൻഡമിക് ആണ്. നമ്മളെ കൊക്കോന്യൂറ എന്ന് പറഞ്ഞ സാധനം, എസ്മേ എന്ന് പറഞ്ഞ സാധനം, ഇവരൊക്കെ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ്. എല്ലാവരും ഡാംസിൽ ഫ്ലൈസ് ഒക്കെ കഴിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ എന്താ പറയാ, ചെറിയ ഇൻസെക്ട്സുകളെ, മറ്റു ഇൻസെക്ട്സുകൾ. അവരാരും തന്നെ എല്ലാവരും തന്നെ കാർണിവോറസ്. അവർക്ക് കഴിക്കാൻ പറ്റുന്ന എന്തും കഴിക്കും. ചെറിയ ഇൻസെക്ട്സുകളെ ഡാംസിൽ ഫ്ലൈസ് വേറെ ഡാംസിൽ ഫ്ലൈസിനെ പിടിച്ച് കഴിക്കും. ഇങ്ങനത്തെ എല്ലാം തന്നെ പിടിച്ച് കഴിക്കുന്നവരാണ് തുമ്പികൾ. തുമ്പികളുടെ ഞാൻ ഇതിന്റെ ലിങ്ക് എടുത്തിട്ട് വരാം. നിങ്ങൾ ഈ സൈറ്റിൽ പോയിട്ട്, ഞാൻ ഈ ലിങ്ക് ചാറ്റിൽ ഇടുന്നുണ്ട്. ഈ സൈറ്റിൽ പോയിട്ട് ഇതിന്റെ ഡൗൺലോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഡൗൺലോഡ്സിൽ ഒരു പുസ്തകം കാണാം. ഇതിനകത്ത് കുറച്ച് ഞങ്ങൾ ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളാണ്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ഓർഡിനേറ്റ്സ് വേർഷൻ 2 ഉണ്ട്. ഫസ്റ്റ് കാണുന്ന ഒരു വേർഷൻ ഉണ്ട്, ഒരു PDF. അത് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ബുക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മൊബൈലിലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന, വലിയ വലിപ്പമില്ല, സൈസും കുറച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും. എപ്പിത്തമിസ് വയനാഡൻസിസ് വയനാടിന് റീസെന്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരുന്ന ഒരു തുമ്പിയാണ്. മുമ്പേ ഉണ്ടായിരുന്ന നമ്മൾ എപ്പിത്തമിസ് മാറിയ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ് കരുതി വെച്ചിരുന്ന തുമ്പിയാണ്. അപ്പോൾ വയനാട്ടിലും ഉണ്ട്. വയനാട് ഭാഗങ്ങളിൽ റെയർ ആയിട്ടുള്ള തുമ്പിയല്ല. അത് ഈ പറഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം വയനാട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ രീതിയിൽ റെയർ ആണ്. നമ്മളെ കോമൺ എന്നായിട്ടുള്ള തുമ്പിയല്ല, എന്നാലും വളരെ റെയർ അല്ല. മേ ബി കമ്പാരിറ്റീവ്ലി റെയർ സ്പീഷീസ് ആണ് എപ്പിത്തമിസ് വയനാഡൻസിസ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സ്റ്റേറ്റ് തുമ്പി ഉണ്ടോ? സ്റ്റേറ്റ് തുമ്പി ആയിട്ടില്ല നമുക്ക് ഇതുവരെ. സ്റ്റേറ്റിന് ഒരു തുമ്പി പ്രപ്പോസ് ചെയ്തിട്ടില്ല. സർ, അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതിനായിരിക്കാൻ സാധ്യത? അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു കൺസർവേഷൻ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു തുമ്പി എന്നുള്ള രീതിയിൽ ഇല്ല. പല തുമ്പികളും പല മൈക്രോ ഹാബിറ്റേറ്റ് പ്രിഫറൻസ് ഉള്ളത് കാരണം ഒരു പ്രത്യേകിച്ച് ഒരു തുമ്പിനെ നമുക്ക് പ്രിഫർ ചെയ്യാറില്ല. എന്നാലും എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇപ്പം നമ്മളെ ഈ മെരിസ്റ്റിക്ക ചെതുപ്പുകളിൽ കാണുന്ന ആ തുമ്പിയോ അങ്ങനത്തെ തുമ്പികളൊക്കെ ആയിരിക്കും ഏറ്റവും രസം. നമ്മുടെ എന്താ പറയുക, പെലിയോസൈഫ ലൈറ്റ് ലവി എന്ന് പറഞ്ഞ സ്പീഷീസ്, നല്ല ഭംഗിയുള്ള ഏതെങ്കിലും തുമ്പി, ആൾക്കാർക്ക് തുമ്പികളോട് ഒരു താല്പര്യം തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന തുമ്പി, എല്ലായിടത്തും ഏറ്റവും കൂടുതൽ കാണുന്ന തുമ്പി നമ്മുടെ പറഞ്ഞ പണ്ടാല ഫ്ലവേഴ്സൻസ്, അവരുടെ ഏറ്റവും കൂടുതൽ എണ്ണം കാണുന്നത്. പക്ഷെ മറ്റേ ഈ ട്രൈത്തമിസ് അറോറ, ട്രൈത്തമിസ് ഫെസ്റ്റിവ, ഇങ്ങനത്തെ സ്പീഷീസുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. നമ്മുടെ ട്രംപറ്റയില് നല്ല തുമ്പികൾ, ഇങ്ങനത്തൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. വയലുകളിൽ കാണുന്ന തുമ്പികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. തുമ്പികളുടെ എനിമീസ് എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. പക്ഷികള് ഇവരുടെ പിടിച്ചു നിന്ന കൂടുതലായിട്ട് ബീറ്റേഴ്സ് ഒരുപാട് പിടിച്ചു നിന്നുണ്ട്.
പിന്നെ നമ്മുടെ കലോട്ടസുമായിട്ട് ജീവികൾ ഇവരിക്കും പിടിക്കും, തവളകൾ പിടിക്കുന്നുണ്ട്, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ട്. എട്ടുകാലികൾ പിടിക്കും തുമ്പികൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ. അങ്ങനത്തെ പ്രിഡേറ്റേഴ്സ് ആണ് തുമ്പികൾക്കുള്ളത് കോമൺ ആയിട്ട്. ഓക്കെ സാർ, എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുന്നുണ്ടോ? ഓക്കെ, എന്താ ലക്ഷ്മി എസ്റ്റേറ്റിലാണ് നമ്മൾ പോയപ്പോൾ കണ്ട തുമ്പിയല്ലേ? ലക്ഷ്മി എസ്റ്റേറ്റിന്റെ സ്ട്രീമിൽ മലബാർ ബാംബു ടൈലിനെ കണ്ടിട്ടുണ്ട്. അതെ, ഓക്കെ. ഉണ്ട്. ഈ ബാംബു ടൈൽസ് ഈ പറഞ്ഞ കുറച്ച് കാടുകൾക്ക് ചേർന്നുള്ള ആവാസ വ്യവസ്ഥയിലാണ്. സ്ട്രീമുകൾക്കും ഒക്കെ സൈഡിലായിട്ടുള്ള അവർക്ക് വലിയ ഷെയ്ഡ് വേണ്ട, എന്നാലും സ്ട്രീമുകളിലോട്ട് ഓവർഹാങ് ചെയ്യുന്ന വെജിറ്റേഷൻസും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ബാംബു ടൈൽസിനെ സാധാരണയായി കാണുന്നത്. ഒരുപാട് ടൈപ്പ് ബാംബു ടൈൽസ് ഉണ്ട്. നമുക്ക് എസ്മെ എന്ന വിഭാഗത്തിൽപ്പെട്ടതുണ്ട്, കോക്കോന്യൂറ എന്ന് പറഞ്ഞ, ഫൈലോന്യൂറ എന്ന് പറഞ്ഞ അങ്ങനത്തെ കുറച്ച് ജീനസിൽപ്പെട്ട ബാംബു ടൈൽസ് ഉണ്ട്. ഇവരൊക്കെ തന്നെ എൻഡമിക്കുമാണ്. വെസ്റ്റേൺ ഗാർഡ് എൻഡമിക് ആണ് ഇവർ. നമ്മൾ കേരള എൻഡമിക് എന്നല്ല പറഞ്ഞത്, എൻഡമിക് വെസ്റ്റേൺ ഗാർഡ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനത്തെ നമ്മൾ ആ ലക്ഷ്മി എസ്റ്റേറ്റിൽ പോയപ്പോൾ ഏതോ ബാംബു ടൈൽ കണ്ടിട്ടുണ്ടാവും. ഉണ്ടാവും, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ഏതാ കണ്ടിരുന്നത്. തുമ്പികളിൽ കുറച്ചെണ്ണം ഇപ്പൊ സംരക്ഷണ പട്ടികയിലായിട്ട് കയറിയാൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്ഡേറ്റ് ചെയ്ത് വന്നോന്ന് അറിയില്ല. പക്ഷെ എത്തിക്കലി കറക്റ്റ് അല്ല തുമ്പികളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച്. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, ഓക്കെ, ശരി, ശരി, ഓക്കെ, ശരി, താങ്ക് യു. മാഷ് വന്നിട്ടുണ്ടോ? ഇല്ല സാർ, എത്തിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ശരി, താങ്ക് യു. അപ്പോ നമുക്ക് ഇത്ര നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് എടുത്ത സുജിത് സാറിന് വർക്ക് വിത്ത് വിസി കമ്മ്യൂണിറ്റിയുടെ പേരിൽ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ബൈ, താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്.